وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണം എന്നോണം നമ്മളെ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ ചര്യയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ബാധ്യതപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കലും വളരെ വിദൂരമായ സാധ്യത മാത്രമുള്ള ഇത്തരമൊരു നാട്ടിൽ വളരെ വിദൂരത്ത് നിന്ന് വന്ന് നമ്മൾ ഇവിടേക്ക് യാത്ര തിരിക്കുമ്പോഴോ പുറപ്പെടുമ്പോഴോ ഇവിടെ ഒരു തൊഴിലിനു വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴോ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കാത്ത അവസരങ്ങളാണ് ഇവിടെ നമുക്ക് ഇത്തരം റൂമുകളിലും പരിസരങ്ങളിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന് സ്തുതി പറയേണ്ട ചില സന്ദർഭങ്ങളാണിത്. അള്ളാഹുവിൻ്റെ ദീൻ ശരിയാവണ്ണം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് നൽകുന്ന ഇത്തരം അവസരങ്ങൾക്ക്, ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്ന പോലെ തന്നെ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം വെളിച്ചമാണെന്ന് പറയുന്ന വിശാലമായ വിഷയത്തിൻ്റെ ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ക്യാമ്പയിൻ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സംസാരം. നമ്മളിവിടെ നടത്താൻ വിചാരിച്ചിരുന്ന ക്ലാസ്സിന് വിശാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രബോധനത്തിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടുമ്പോൾ അത് തുടർന്ന് പഠിക്കുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനും ഒരു അവസരമാകുമെന്ന നിലക്കാണ് ഈ പരിപാടിയെ അതിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. എന്തിനാണ് ഇത്തരം പരിപാടികൾ നമ്മുടെ നാട്ടിലും ഇവിടെയും നടത്തുന്നത് എന്ന് ആമുഖമായൊരു വിശദീകരണം ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നാട്ടിലെന്ന് മാത്രമല്ല എല്ലായിടത്തും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരാളെ നമ്മൾ വിളിച്ച് സ്വകാര്യമായി അയാളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേട്ടാൽ നമ്മുടെ കണ്ണുകളിൽ വെള്ളം നിറയുന്ന രൂപത്തിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും പറയാനുണ്ട്. സത്യത്തിൽ ഈ ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ജീവിതത്തിലുടനീളം അനുഭവിച്ച് കഷ്ടപ്പെട്ടു പോയതിന് ശേഷം മരണം കൊണ്ട് അവസാനിക്കാത്ത മറ്റൊരു ജീവിതത്തിൽ രണ്ടാമത് തിരിച്ചു വരേണ്ടവരാണ് ഞാനും നിങ്ങളും. അതാണ് സത്യത്തിൽ, അങ്ങനെ ഒരു വിശ്വാസമാണ്
സത്യത്തിൽ നമ്മളെ ഇത്തരം ഗൗരവപരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിതം തൽക്കാലം മരണം വരെ തള്ളി നീക്കി, പിന്നെ മരണത്തിലും ശേഷമുള്ള ജീവിതത്തിലും പരലോകത്തിലും ഒക്കെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ അതൊന്ന് വിഭാവന ചെയ്ത് നോക്കൂ. നിങ്ങൾ സത്യത്തിൽ കുറെ പ്രതീക്ഷകളാണല്ലോ ജീവിതത്തിലെ പ്രയാസങ്ങൾ സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിനോ നമ്മുടെ ശരീരത്തിനോ താങ്ങാൻ സാധിക്കാത്ത അത്രയും അധികം മനോവേദനകളെ, മനപ്രയാസങ്ങളെ, ശാരീരികമായ ബുദ്ധിമുട്ടുകളെ നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വഹിക്കുവാനുള്ള നമ്മുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക മറുപടി ഈ പ്രയാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സൗഖ്യത്തെയും ക്ഷേമത്തെയും നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല. നല്ല അതിശക്തമായ ആയുധങ്ങൾക്ക് കീഴടങ്ങാത്ത പാറകൾ തച്ചുപൊട്ടിക്കുന്ന ഒരു തൊഴിലാളിന്റെ പ്രതീക്ഷ വൈകുന്നേരം വരെ ഈ പണിയെടുത്താൽ പിന്നീടുണ്ടാകാവുന്ന സൽഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. മരണതുല്യമായ പ്രസവത്തിന്റെ നോവനുഭവിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കൽ അനുഭവിച്ച വേദന രണ്ടാമത്തെ പ്രാവശ്യവും അനുഭവിക്കുവാൻ വേണ്ടി തയ്യാറാവുന്നത് തന്റെ മടിയിൽ കിടന്ന് കളിക്കുന്ന, തന്റെ മാറത്ത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള മധുര സ്മരണകളാണ്. അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവിച്ച ഒരു സ്ത്രീ, ഒരു മാതാവ് പിന്നെ ഒരിക്കൽ കൂടെ പ്രസവിക്കുവാൻ സന്നദ്ധമാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന പോലെ തന്നെ ഒരു 2 കൊല്ലം ഇവിടെ ജീവിച്ച് മടുത്ത് പ്രയാസപ്പെട്ട് നാട്ടിലൊരു ലീവ് എടുത്തുകൊണ്ട് പോയി പിന്നെയും തിരിച്ചു വരാൻ ഈ ജീവിതത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും വീണ്ടും മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന പ്രതീക്ഷകളാണ്. എന്നതുപോലെ തന്നെ ജീവിതത്തിനപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന സംതൃപ്തകരമായ മരണമില്ലാത്ത സ്വർണത്തിന്റെ മെടഞ്ഞ കട്ടിലുകളും അതേപോലെ തന്നെ സുഖകരമായ കാലാവസ്ഥയും സുന്ദരമായ കാഴ്ചകളും നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളും ബന്ധുക്കളോടൊത്ത് ജീവിക്കുന്ന ഒരു സ്വർഗം, ഒരു സ്വർഗത്തിന്റെ സാക്ഷാത്കാരം നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടുമ്പോൾ ഈ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് പരലോകത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, അത് സാധിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ പ്രതീക്ഷകളെയും പോലെ തന്നെ പരലോകത്തെ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും ഭാവിയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉത്കടകമായ ഒരു മനസ്സിന്റെ ആഗ്രഹവും എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണേന്റെ അപ്പുറം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നുവോ ദീനിൽ അതിനേക്കാളും പ്രയാസങ്ങൾ അനുഭവിക്കാൻ നമുക്ക് കഴിയും. നോക്കൂ, നിങ്ങൾ ഇവിടെ പലരോടും നിങ്ങൾ ഈ ക്ലാസ്സിന് വേണ്ടി വിളിച്ചവർക്ക് അറിയാൻ പറ്റും. വിളിക്കുമ്പോൾ ആളുകൾ അസൗകര്യം പറയണം, എന്റെ സാഹചര്യം നിനക്കറിയില്ല, ഞാനിപ്പോ ഈ കടയിൽ നിന്ന് ഒരു 10 മിനിറ്റ് പോന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും നിനക്കറിയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ. ഇതൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു, 5 കൊല്ലം നിങ്ങൾ 3 കുട്ടികളും ഭാര്യയും വീട്ടിലിട്ട് പോന്നാൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്നാണ് ആൾക്കാർ പറഞ്ഞത്. ജീവിതത്തിന്റെ എന്തു സാഹചര്യങ്ങളിലും നമ്മൾ അടുത്ത ഭാവി പ്രതീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ത്യജിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ മതപരമായ ജീവിതത്തിനും ഇസ്ലാമിനെ കുറിച്ച് നന്നായി അറിയാനും പഠിക്കാനും ഖുർആനിന്റെ ആത്മാവ് കണ്ടെത്തുവാനും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു പരിവർത്തനമുണ്ടാക്കുവാനും എന്തുകൊണ്ടാകി സംഭവിക്കുന്നത് സംഭവിച്ചു കൊള്ളട്ടെ എന്ന് പറയണമെങ്കിൽ അതിന് മാത്രം നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വർഗത്തെക്കുറിച്ചുള്ള വിചാരവും നരകത്തെക്കുറിച്ചുള്ള ഭയവും ശക്തി പ്രാപിക്കണമെന്നാണ് ഞാൻ പറയുന്നു. സഹോദരങ്ങളെ, ഇത് ബോധ്യപ്പെടണമെങ്കിൽ സത്യത്തിൽ വിശുദ്ധ ഖുർആനും അതിന്റെ വചനങ്ങളിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വളരെ ഊന്നി പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഒരു സംസാരത്തിൽ കുറെ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് ഒന്നും മനസ്സിലാകാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ
ഏതു സാഹചര്യത്തിലും പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് രൂപപ്പെട്ടു വരുമോ എന്ന ഒരു അന്വേഷണമാണ്, ഒരു പരീക്ഷണമാണ് ഈ സംസാരത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ ഉണ്ട്. അതിനൊക്കെ ഓരോ പരിഹാരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയൊരു പരിഹാരത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കുന്നത്. ഏറ്റവും വലിയ ഏതൊരു പ്രശ്നത്തിനും പണം പരിഹാരമാണെന്ന് പറഞ്ഞാൽ, പൈസ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നവും നമുക്ക് പരിഹരിച്ചെടുക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ശാരീരികമായ കരുത്തുകൊണ്ടും ബന്ധുക്കളുടെ ശക്തി കൊണ്ടും സുഹൃത്തുക്കളുടെ സഹകരണം കൊണ്ടും പല പ്രശ്നങ്ങളെയും സാധിച്ചെടുക്കാന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതുകൊണ്ടൊന്നും പരിഹരിച്ചെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും വെളിച്ചം അനിവാര്യമായും ആവശ്യമുള്ള കാര്യങ്ങൾ. ഉദാഹരണങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളുടെ കയ്യിൽ നിന്നും 1000 രൂപയോ 2000 രൂപയോ വീണുപോയാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മറക്കാൻ പറ്റും. എന്നാൽ ഒരു 100 രൂപയോ 500 രൂപയോ അന്യനായ ഒരുത്തന്റെ അവിഹിതമായ സ്വത്ത് നമ്മുടെ കയ്യിൽ വരികയും തെറ്റായ നിലക്ക് നമ്മളത് കൈവശപ്പെടുത്തുകയും ചെയ്താൽ യുഗാന്തരങ്ങൾ കഴിഞ്ഞാലും നമുക്കത് മറക്കാൻ പറ്റില്ല. അത് മനസ്സിലൊരു പ്രശ്നമായി അവശേഷിക്കും. മറ്റൊരുത്തന്റെ 10 രൂപ നമ്മുടെ കയ്യിൽപ്പെട്ടാൽ കയ്യിൽ നിന്ന് വീണുപോയ 10,000 രൂപ ഒരാഴ്ച കൊണ്ട് മറക്കുന്ന ഒരാൾക്ക് കയ്യിൽ അന്യൻ്റെത് പെട്ടുപോയ 500-100 രൂപ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം പാപങ്ങൾ അത്ര വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതൊന്ന് നമ്മൾ വിലയിരുത്തുന്ന നമ്മുടെ നോട്ടത്തിലോ സംസാരത്തിലോ സാമ്പത്തിക രംഗത്തോ എവിടെയൊക്കെ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, എന്തിന് ഒരു ജമാഅത്ത് നമസ്കാരം സാധ്യമായിരിക്കെ അത് ഒഴിവാക്കുന്നവന്റെ മനസ്സിലുണ്ടാകുന്ന പ്രതിഫലനം, ഒരു നുണ പറയരുതെന്ന് പഠിച്ചവൻ നുണ പറയുമ്പോഴുണ്ടാകുന്ന പ്രതികരണം, അന്യന്റേത് അപകരിക്കാൻ പാടില്ലെന്ന് പറയുന്നവൻ അന്യന്റെ സ്വത്ത് കൈവശപ്പെടുത്തുമ്പോഴുണ്ടാകുന്നതിന്റെ മാനസികമായ പ്രത്യാഘാതം, അത് വളരെ വലുതാണ് സഹോദരങ്ങൾ. അത് ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുമെന്ന് മാത്രമല്ല, എന്തോ ഒരു ഭാരം ഹൃദയത്തിൽ സൃഷ്ടിച്ച് ജീവിതത്തോട് തന്നെ മടുപ്പും വെറുപ്പും ഉളവാകും. എന്നാ നോക്കൂ നിങ്ങൾ, യഥാർത്ഥമായ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശത്തിലേക്ക് കടന്നു വരികയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്തൊരു സുഖവും സൗഖ്യവും ക്ഷേമവും നമുക്ക് ലഭിക്കുക. ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാകാറുള്ള സമയത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാവുന്നു. എന്നാൽ എന്ത് തീരുമാനം കൈക്കൊള്ളണമെന്ന് അറിയാത്ത ഒരു കാര്യം. ഇപ്പൊ 2 ജോലി മുന്നിൽ വന്ന് ഏത് ജോലി സ്വീകരിക്കണം ആളുകൾക്ക് ഉണ്ടാകുന്നത്, അത് തീരുമാനിക്കാൻ എന്താണ് മാനദണ്ഡം? എന്താ മാനദണ്ഡം? പലപ്പോഴും പല തീരുമാനങ്ങളുടെ മുമ്പിലും നമ്മൾ എന്ത് ചെയ്യുന്നവരും പ്രയാസപ്പെടുന്നു. എന്ന് നോക്കൂ നിങ്ങൾ, ആ 2 തീരുമാനങ്ങൾ മുന്നിൽ വരുമ്പോൾ ഏതായിരിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുക? ഏതാണ് പ്രവാചകന്റെ നിർദ്ദേശത്തോട് ഏറ്റവും യോജിക്കുക? ഏതായിരിക്കും എനിക്ക് പരലോകത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് വിചാരിച്ച് ഒരാൾ ഒരു തീരുമാനം എടുത്തു വിചാരിക്കും. ആ തീരുമാനത്തിൽ അയാൾക്ക് എന്ത് അപകടങ്ങളും എന്ത് അപാകതകളും ഉണ്ടായാലും അയാൾക്ക് സമാധാനിക്കാൻ പറ്റും. പടച്ചോനെ, ഈ ദുരന്തങ്ങളൊക്കെ എനിക്ക് വന്നാലും ഞാൻ ഇത് തീരുമാനിച്ചത് നിന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് സമാധാനം കിട്ടും. സഹോദരങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞത്. തീരുമാനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം നമ്മുടെ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമായിരിക്കണം. അതിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയില്ല എന്ന് തീരുമാനിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരമൊരു അനുസരണം, അത്തരമൊരു വിധേയത്വം അള്ളാഹുവോടും റസൂലിനോടും കാണിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങൾ ചെറുതൊന്നുമല്ല. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സ്വീകരിക്കുന്ന, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ സ്വീകരിക്കുന്നവനെ അള്ളാഹു സഹായിക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വല്ലദീന ജാഹദൂ ഫീനാ, എന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്ക് നാം പല വഴികളും കാണിച്ചു കൊടുക്കും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, സുഹൃത്ത് നന്മ ചെയ്യുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ടാകും. അള്ളാഹ് അവന്റെ ഒപ്പം ഉണ്ടാവും, അള്ളാഹു അവന്റെ കൂടെ ഉണ്ടാവുന്നവണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സുന്നത്തുകളും പുണ്യകർമ്മങ്ങളും അതിനെന്തെങ്കിലും കൂലി വരവെച്ച് പരലോകത്ത് കിട്ടുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ.
അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനങ്ങളെ അനുധാവനം ചെയ്യുമ്പോൾ മുന്നോട്ടേക്ക് പോകേണ്ട വഴിയിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം മാത്രമല്ല, നാം നടക്കുമ്പോൾ നാം മാത്രമല്ല, അള്ളാഹുവുണ്ട്. നമ്മൾ എങ്ങോട്ട് നടക്കണം എന്ന് തീരുമാനിക്കുന്ന അവനാണ്. നമ്മൾ എവിടേക്ക് നോക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ അവന്റെ സഹായം ഉണ്ടാകും. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും എന്നുള്ളതിന് നമ്മളെ നാട്ടിലെ ആൾക്കാർ പണ്ഡിതന്മാർ അർത്ഥം വെച്ചത് എന്ന് വെച്ചാൽ നല്ല സുന്നത്തുകളൊക്കെ പ്രവർത്തിച്ച അവൻ അള്ളാനെ പോലെ ആകുന്ന, അള്ളാന്റെ കണ്ണാണ് ഏകാനും പിന്നെ അവന്റെ കണ്ണുകളാണ്. അതന്നെയാണ് ഔലിയാക്കന്മാരെന്നാണ് സാധനം. അതല്ല സഹോദരങ്ങൾ അതിന്റെ ആശയം. അതിന്റെ ആശയം എന്താ വെച്ചാൽ അവന്റെ കാഴ്ചയിൽ അവൻ മാത്രല്ല, അവന്റെ കണ്ണുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളിൽ അള്ളാന്റെ കൂടെ ഒരു സഹായം കിട്ടുന്നതാണ്. അവന്റെ കൈ കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ കൂടെ ഒരു സഹായം കിട്ടും. അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിലെ ഏതൊരു കാഴ്ചപ്പാടിലും അള്ളാഹുവിന്റെ കൂടെ ഒരു സഹായം കിട്ടുന്നതാണ്. എന്നാ അതിനെ അവഗണിക്കുന്നവനോ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. ആൾക്കാർ പറയും നമ്മളെ യുക്തി കൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടും ഒക്കെ ഞാൻ നേടും, നിങ്ങളുടെ ഈ ദീനും പടച്ചോനും നിസ്കാരവും നോമ്പും പരിപാടി ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ കഷ്ടപ്പെടൂല എന്നൊക്കെ ശരിക്കും വാക്കുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, പടച്ച തമ്പുരാന്റെ സഹായങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, പടച്ചവന്റെ കാരുണ്യം തടയപ്പെട്ടാൽ, പടച്ചവന്റെ കാരുണ്യം വിലക്കപ്പെട്ടാൽ അത് പകരം വാങ്ങിത്തരുന്ന ഒരു ശക്തിയുമില്ല. നമ്മുടെ ബുദ്ധികളും നമ്മുടെ കഴിവും എല്ലാം അവിടെ പരാജയപ്പെടും. റോഡൊന്ന് അപ്പുറത്തേക്ക് മുറിച്ചു കിടക്കുമ്പോൾ കാറൊന്ന് ഓഫീസിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് എന്തൊരു കാര്യത്തിലാണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ പേരിൽ പ്രതീക്ഷ പറയാൻ പറ്റുക? എന്തൊരു കാര്യത്തിലാണ് ഉറപ്പ് പറയാൻ പറ്റുക? ഒരു മിനിറ്റ് സമയത്തെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റും? പറ്റൂല സഹോദരങ്ങൾ. പിന്നെ ആ വർത്തമാനത്തിൽ എന്ത് കഥയാണുള്ളത്? അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ലംഘിക്കുവാനോ അള്ളാഹു തന്നതിനെ തടുക്കുവാനോ ആരെക്കൊന്നും കഴിയില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യം. അതുകൊണ്ട് അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അവഗണിച്ചുകൊണ്ട് ഒരു ജീവിതം, വിജയകരമായ ഒരു ജീവിതം സാധ്യമാകും എന്ന് വിചാരിക്കുന്നതിൽ അടിസ്ഥാനമില്ല. അതുകൊണ്ട് എന്താ പ്രയാസമുള്ളതൊന്നും അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, വളരെ എളുപ്പമാണ്. ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിലും ഏത് സമയക്കുറവിലും ചെയ്യാൻ പറ്റുന്ന കാര്യം അള്ളാഹു ദീനെ പഠിപ്പിച്ചിട്ടു. ആ പഠിപ്പിച്ച കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി നമ്മൾ തീരുമാനം കൈക്കൊള്ളുക. അതല്ലാത്തൊരു സ്വാതന്ത്ര്യം നമുക്കില്ലതാനും. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. പടച്ച തമ്പുരാൻ പറയാണ്, മുഹമ്മദ് നബിയെ, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, അവർക്കൊരിക്കലും വിശ്വാസിയാകാൻ പറ്റൂല, നീ പറഞ്ഞത് അവർ സ്വീകരിക്കുന്നത് വരെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്തു പറഞ്ഞു അത് സ്വീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സഹോദരങ്ങൾ, അത് സ്വീകരിക്കുന്നത് കൊണ്ട് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു ഗുണം വാഗ്ദാനം ചെയ്യും. ഒരായത്ത് നോക്കൂ നിങ്ങൾ, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അലീം. അല്ലാഹുവിനെ പറയുന്നത്, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവനെ താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിലെത്തിക്കും. ആ സ്വർഗത്തിൽ അവൻ എന്നെന്നും താമസിക്കും. അതാകുന്നു മഹത്തായ വിജയം. തൊട്ട് താഴത്തായത്ത് നോക്കൂ, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ. ആരെങ്കിലും അള്ളാഹുവും റസൂലും പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചു, അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളെയും പരിധികളെയും അതിൽ ലംഘിച്ചു, അവനെ നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. ആ നരകത്തിൽ നിന്ദ്യമായ ശിക്ഷ അവൻ അനുഭവിപ്പിക്കുക. പരലോകത്ത് കഷ്ടപ്പാട്, ഇഹലോകത്തും കഷ്ടപ്പാട് സ്വീകരിച്ചുകൂടും. നിങ്ങൾ പറയൂ സഹോദരങ്ങളെ, എന്താണ് അള്ളാഹുവും റസൂലും വെച്ച് ശരീഅത്ത് പ്രയാസമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ആൾക്കാർ അതൊക്കെ നടക്കുമെന്ന് ചോദിക്കും. അതൊക്കെ നടക്കുന്ന കാര്യം, അതൊക്കെ നിങ്ങൾ ആരോടായി പറയുന്നത്? അതൊക്കെ നടന്നു പോകും. എല്ലാരും ചോദിക്കണ്ടേ, ഇത് അള്ളാഹുവും റസൂലും വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും നടക്കണ കാര്യമില്ല കുട്ടി. വേണമെങ്കിൽ ജുമാക്ക് വരാം, 5 നേരം നിസ്കാരമൊക്കെ സമയം പോലെ ചെയ്യാം എന്നൊക്കെ അല്ലാതെ എന്താ ചെയ്യുക സഹോദരൻ? നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ മുഴുവൻ സമയവും തിന്മ കലർന്ന ഒരവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, രാത്രിയൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അത്തരം അശ്ലീലങ്ങൾ, ഒറ്റക്കൊക്കെ റൂം താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ അള്ളാഹുവിന്റെ റസൂൽ തന്നെ ആദ്യം പ്രവചിച്ചതാണ്. അശ്ശൈത്താനു മഅൽ ഫദ്ദ്, ഒറ്റക്കിരിക്കുന്നവന്റെ അടുത്ത കൂട്ടാളി പിശാചാണെന്ന്. പിശാച്ചു ഓനെ കൊണ്ട് എന്തൊക്കെ അവന്റെ വകുപ്പിന് അതൊക്കെ ചെയ്യിപ്പിക്കും.
ഒരു നല്ല മനുഷ്യനോട്ടൊരു മുസാഹബത്തും ഇല്ല. ഒരു നല്ല ഒരാൾ റൂമിൽ വന്ന് കയറുന്നത് ഇഷ്ടമല്ല, ഒരു നല്ല സ്ഥലത്ത് താമസിക്കുന്നത് ഇഷ്ടമല്ല, നല്ലൊരു സാഹചര്യം ജീവിതത്തിൽ വന്നുകൂടാ എന്ന് വിചാരിക്കത്തക്ക വിധത്തിൽ പിശാച് നമ്മളോടൊപ്പം കൂടും. എവിടേക്കാണ് പിശാച് നമ്മളെ കൊണ്ടുപോവുക? ഇന്ന ശൈത്വാന ലക്കും അദുവ്വ് ഫത്തഖിദൂഹു അദുവ്വാ ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. എല്ലാറ്റിനും ന്യായം പറഞ്ഞ് തിന്മ പറയുന്ന പിശാച്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വ്, പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഖിദൂഹു അദുവ്വാ, അവനെ ശത്രുവായി തന്നെ കണക്ക് കൂട്ടിക്കോളി. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് വിളിക്കുന്നത്. രണ്ട് കൂട്ടർ ഇവിടെ ദഅവത്തെടുത്തലാണ്. നിങ്ങളെ രണ്ട് കൂട്ടർ ഇവിടെ ദഅവത്തെടുത്തു. ഏതെങ്കിലും ഒരു കൂട്ടരുടെ പാർട്ടി ചേരാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിലില്ല. ഒന്നില്ലെങ്കിൽ ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഹിസ്ബു ഷെയ്ത്താൻ. ഒന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ, ഒന്ന് പിശാചിന്റെ പാർട്ടി. പിശാചിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പാർട്ടി പെടാത്തവും പിശാചിന്റെ പാർട്ടിയാണ്. അതിന്റെ ഇടയിലൊന്നില്ല. ഞമ്മക്കായിട്ട് അതിന്റെ ഇടയിൽ വേറൊരു മർത്തബന്റെ സഹോദരൻ. ഒന്നില്ലെങ്കിൽ അള്ളാന്റെ ഒപ്പം, അല്ലെങ്കിൽ പിശാചിന്റെ ഒപ്പം. രണ്ടിലൊരു കൂട്ടരില്ല ഉണ്ടാവുക. അത് പിശാചിന്റെ രക്ഷപ്പെട്ട് അള്ളാഹുവിലേക്ക് വരണമെങ്കിൽ അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അതിൽ ലംഘിക്കാതിരിക്കണം. പിന്നെ ചില ആൾക്കാർക്ക് ഒരു വിചാരമുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പോയാലും പിന്നെ ഇങ്ങോട്ട് നേരായി വരാം. ഇപ്പൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് വരെ ഇങ്ങനെ പോവുക, പിന്നെ നേരായി വരാന്നാണ്. മുനാഫിക്കീങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് മുനാഫിക്ക് നിങ്ങൾക്ക് എടുത്തൊക്കെ കാണാൻ പറ്റും. ذَلِكَ بِأَنَّهُمْ آمَنُوا ثُمَّ كَفَرُوا فَطُبِعَ عَلَى قُلُوبِهِمْ فَهُمْ لَا يَفْقَهُونَ. ذَلِكَ بِأَنَّهُمْ آمَنُوا, കാരണം അവർ വിശ്വസിച്ചിരിക്കുന്നു. തുമ്മ കഫറു, പിന്നീട് അവർ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ആദ്യം വിശ്വസിച്ചു, പിന്നെ അവൻ അവിശ്വസിച്ചു. എന്തിനാ വിശ്വസിച്ചത്? അവന്റെ നേട്ടത്തിന് വേണ്ടി, അവന്റെ ലാഭത്തിന് വേണ്ടി, അവന്റെ മോഹങ്ങൾക്ക് വേണ്ടി അവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിരാകരിച്ചു. പിന്നെ അവന്റെ പ്രതീക്ഷ എന്താ? പിന്നെ തിരിച്ചു വരാനാണ്. ആയത്തിന്റെ ബാക്കി കേട്ടോളൂ. ذَلِكَ بِأَنَّهُمْ آمَنُوا ثُمَّ كَفَرُوا فَطُبِعَ عَلَى قُلُوبِهِمْ, അവരുടെ ഹൃദയങ്ങളിൽ അവൻ സീൽ വെച്ചിരിക്കുന്നു. അവനെ നേരാകുവാൻ സഹായിച്ച ആ ഹൃദയത്തെ അവൻ അവഗണിച്ചത് കൊണ്ട് ഇനി ആ ഹൃദയത്തിന് ആ പണി ചെയ്യാൻ പറ്റൂല എന്നാണ്. വഹും ലാ യഫ്ഖഹൂൻ, അവർ ഒരിക്കലും കാര്യങ്ങൾ ഇനി ഗ്രഹിക്കൂലാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. ഇതൊക്കെ കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ കേൾക്കുമ്പോൾ ആലോചിക്കാം. പിന്നെന്താ നിങ്ങൾ, നേരാകാനും നന്നാകാനും ഒക്കെ ഒരു നിമിഷ ജീവിതത്തിൽ കിട്ടുള്ളൂ. അല്ലാതെ അതിനെ 4 മണിക്കൂറോ 40 ദിവസം ഒന്നും, ഒരു സെക്കൻഡിന്റെ സമയമാണ്. നന്നാകണോ നന്നാകണ്ടേന്ന് തീരുമാനമെടുക്കാൻ പടച്ചോൻ ഒരു നിമിഷം തരും, അപ്പോൾ നന്നാകുക. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ദശാബ്ദങ്ങളോളം ജീവിച്ച ആളാണ് അബൂജഹലിന്റെ മകൻ ഇക്രിമ. ഇക്രിമ നന്നായില്ല, റസൂലുള്ളാഹിന്റെ വയറ് കേട്ട് നന്നായില്ല. എപ്പോഴാ നന്നായി തരും? ഇനി മക്കത്ത് ജീവിച്ചാൽ തന്റെ ശിർക്ക് കൊണ്ട് അള്ളാഹിനെ മാത്രം അള്ളാഹു അല്ലാത്തവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഘട്ടം വന്നപ്പോഴാണ് മൂപ്പര് ഹിജ്റ പോകാൻ സുഹൃത്തുക്കളെ കൂട്ടി കപ്പല് കയറി കടലിന് നടുക്കെത്തിയപ്പോൾ അവിടെ നിന്ന് ഓളങ്ങൾ, വലിയ കുടകളെ പോലെ എന്ത് ദൂരങ്ങൾ, ചുറ്റുഭാഗത്തും എന്ത് കൂടി, ശരിക്ക് തിരമാലകൾ കൂടി മരിക്കുകയാണ്. കപ്പിത്താൻ മെല്ലെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അഖ്ലിസു, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചോ, എന്നാലേ ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സഹോദരങ്ങളെ, ആ നിമിഷം അയാൾ ചിന്തിച്ചു. അതുവരെ കേട്ടിട്ട് ആലോചിക്കാത്ത മനുഷ്യൻ ആ മരണത്തിന്റെ മുമ്പിൽ കിടന്ന് ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വെച്ചിട്ട് അള്ളാനെ വിളിച്ചാലേ കാര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ഇബ്രാഹിം നബിനെ അടയാളന്മാരായിട്ട് അവിടുന്ന് വിളിക്കുന്നു? അള്ളാനെ ഇവിടുന്ന് വിളിച്ചാൽ കാര്യമില്ല, അള്ളാനെ അതിനും വേണ്ടി ഞാൻ നാട് വിട്ടു പോകണോ? ഞാൻ തിരിച്ചു വന്ന് മുഹമ്മദിന്റെ കൈ പിടിച്ച് ഞാൻ ഇസ്ലാമിന് ബൈഅത്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചു. പടച്ചോൻ എന്നെ കരക്ക് രക്ഷപ്പെട്ടു. അദ്ദേഹം മുസ്ലിമായി. അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത് എപ്പോഴാ? റസൂലുള്ളാഹിന്റെ വായിന്ന് ഉപദേശം കേട്ടിട്ടല്ല. മുഹമ്മദ് നബിയെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ മുഹമ്മദിനെ ചീത്ത പറയുന്നവനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. സഹോദരങ്ങളെ, ചില സന്ദർഭം കിട്ടും. ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് ഹിദായത്ത് സ്വീകരിക്കാൻ കിട്ടിയ ഒരു അവസരമാകാം ഇവിടെ നമ്മൾ താമസിക്കുന്ന കാലഘട്ടം. അവഗണിക്കാതിരിക്കും. നമ്മുടെ മുന്നിൽ വന്നുപെടുന്ന അവസരങ്ങളെ, പഠിക്കാനും മനസ്സിലാക്കാനും കിട്ടുന്ന അവസരങ്ങളെ നിരാകരിക്കാതെ നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളോട് നീതി പുലർത്തി ജീവിച്ചാലേ അതേ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാവുള്ളൂ. അതേ ജീവിതത്തിൽ അവസാനം വരെ കൊണ്ടുപോകാണ്ടാവും. ഒരു വയസ്സനായിട്ടുള്ള ഒരു അറബിയെ ഞാൻ പരിചയപ്പെട്ടു രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം. അയാള് സൂറത്തുൽ അസ്റും സൂറത്ത് തകാസുറും ഒക്കെ ഓതിയായിട്ട് കുറെ സമയം സംസാരിച്ചു. അദ്ദേഹം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ചെറുപ്പത്തിൽ നല്ല ചെറുപ്പകാലത്ത് അമേരിക്കയ്ക്കാണ് പോയി. അവിടെ നിന്ന് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ബിരുദവും പഠനമൊക്കെ എടുത്ത് പെൻഷനായി തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ മക്കള് എന്ത് ചെയ്തു വെച്ചാൽ അവരുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിന് കാവൽക്കാരനായിട്ട് അവിടെ നിർത്തി. പിന്നെ വേറെ ആൾക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. മൂപ്പർക്ക് ഒരു അടുക്കളയിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ
എന്നാൽ അയാൾ ഒറ്റക്കാണ് അവിടെ ജീവിക്കും, മക്കളൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോവുകയാണ്. അപ്പൊ അയാൾ പറയണത് എന്താ വെച്ചാൽ അൽബാഖിയാത്തു സ്വാലിഹാത്ത്, ദുനിയാവിൽ ഇനി ബാക്കിയാകുക വല്ല നന്മ ഇതുവരെ പഠിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഖുർആനൊക്കെ എടുത്ത് നോക്കുന്നത്. അന്നൊക്കെ നമ്മളെ നല്ല കാലൊക്കെ വെറുതെ കഴിഞ്ഞു പോയി, ഇനി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക എന്നാണ് അയാൾ അവസാനം വല്ലാഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. ഇതൊക്കെ മൂപ്പരോധി ആയത്ത. അതൊക്കെ ഇപ്പൊ ഈ ആയത്തൊക്കെ മനസ്സിലാകണത് ഇപ്പൊ ഈ വൈകിയ വേളയിൽ മക്കളും കുടുംബങ്ങളും അവഗണിച്ച് സ്വന്തം ഭക്ഷണം കൈകൊണ്ട് കഴിക്കാൻ പറ്റാതെ ആദരിക്കപ്പെടേണ്ട പിതാവിന് ഒരു പാറാവുകാരന്റെ സ്ഥാനത്തും ഒരു സെക്യൂരിറ്റിന്റെ സ്ഥാനത്തും മക്കൾ കൊണ്ട് ഇരുത്തിയപ്പോഴാണ് സഹോദരങ്ങളെ ഒരിക്കൽ മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും, ആർക്കും മനസ്സിലാകാതിരിക്കും. പ്രായത്തിന്റെ ഒരു സന്ദർഭത്തിലോ മരണത്തെ മുഖാമുഖം കാണുമ്പോഴോ അല്ലെങ്കിൽ നരകത്തെ മുന്നിൽ കൂടെ നിർത്തുമ്പോ നരകം ഇങ്ങനെ കാണുമ്പോ ആലോചിക്കും, പടച്ചോനെ രക്ഷപ്പെടാൻ അന്നാലകുദ്ധിക്കറ, ഇപ്പൊ എവിടുന്ന് ഓർമ്മ കിട്ടി, ഇപ്പോൾ എവിടുന്ന് ചിന്തിക്കാൻ തോന്നി, ഇപ്പോൾ എവിടുന്ന് ബോധം വന്നു. പരലോകത്തിന് അള്ള ചോദിക്കാണ് അന്നാലകുദ്ധിക്കറ എന്ന ചോദ്യമാണ്. ഇപ്പൊ എങ്ങനെ ഓർക്കാൻ പറ്റിയില്ല, അന്ന് നേരം കിട്ടാത്ത നിനക്ക് ഇപ്പൊ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. സഹോദരങ്ങളെ, ആളുകൾ വയലാരാൻ നമ്മളെ പോലത്തെ ആൾക്കാർ വരുമ്പോൾ അതുപോലൊരു പണി, ഗൾഫ് നാടൊക്കെ ഒന്ന് കാണാനും വരാനും അവർക്കൊരു തൊഴിൽ എന്ന് ചിന്തിക്കുന്നവർ അപൂർവമായിട്ടൊക്കെ കൂടുതലുണ്ടാവില്ലേ? അത് അവരെ പണിയെടുക്കുക, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നോട് നമ്മളവിടെ പോയി കുത്തിരിക്കുക എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞത് എന്താ, ഇതൊക്കെ അവസരങ്ങളാണ്. ആ അവസരങ്ങളെ വിനിയോഗിക്കാതെ അവഗണിച്ചു വിട്ടാല് ഖേദിക്കുമെന്ന കാര്യത്തിൽ ആർക്കാണ് സഹോദരങ്ങളെ സംശയം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും എന്താണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുന്നത് അത് പഠിക്കുക. അത് പഠിക്കാൻ എവിടെയെല്ലാം സമയമുണ്ടോ, എവിടെയെല്ലാം അവസരമുണ്ടോ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ഡ്യൂട്ടി ടൈമിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം. ആ സമയം നാളെ നരകത്തിന്റെ വിറകായി തീരാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിശാച് നമ്മളെ വിളിക്കുമ്പോൾ ഡ്യൂട്ടിയും കഴിച്ച സമയം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടത് എവിടേക്കാണെന്ന തീരുമാനത്തിൽ പിശാചിനാണോ പങ്ക്, അതോ സത്യത്തിന്റെ പ്രബോധകന്മാർക്കാണോ പങ്ക്? പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ തന്ന നോട്ടീസിൽ കാണിച്ച വിവരത്തിനോ പത്രത്തിന്റെ വരികളിൽ കണ്ട വിവരത്തിനോ ആണോ പ്രധാനം? അവിടേക്ക് വിളിക്കപ്പെടുമ്പോ അവിടേക്ക് പോണോ, അതോ പിശാച് വിളിക്കുന്ന ടിവിക്ക് മുന്നിൽ പോകണോ? നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും പശ്ചാത്തലങ്ങളെയും ഒരു 2-4 ദിവസത്തെ പരിചയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പറയുന്നു എന്ന് മാത്രം സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കും ഇവിടെ വെച്ച്, അധികമൊന്നും പറയാനില്ല. അതായത് ദീനിനെ കുറിച്ച് എനിക്കറിയണം, പഠിക്കണം, ഒരാഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കും. ആരെങ്കിലും വിളിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്ന് അവനെന്തോ കാര്യം കിട്ടുന്ന പോലെ വിളിക്കാൻ കാത്തു നിൽക്കാതിരിക്കുക. എവിടെയുള്ളതെന്ന് ഫോൺ നമ്പറൊക്കെ മേടിച്ച് ചോദിച്ച് തെരഞ്ഞു പോകുന്നൊരവസ്ഥ. രണ്ടാമത്തെ സഹോദരങ്ങളെ, കിട്ടിയ കാര്യങ്ങളെ സമ്പൂർണമായി സ്വീകരിക്കുവാനുള്ള ഒരു സന്മനസ്സും നമ്മൾ കാണിക്കുക. ഇത് നമ്മുടെ കർമ്മരംഗത്തും സ്വഭാവരംഗത്തും സർവ്വ പ്രവർത്തന മേഖലകളിൽ നമ്മൾ സ്വീകരിച്ചാൽ നമുക്കുണ്ടാവും. അള്ളാഹുവിന്റെ ദീനിൽ ഒരു പ്രയാസവും വെച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. അല്ലാഹ് പറയാൻ ഖുർആൻ ഒരു ബുദ്ധിമുട്ടും അല്ലാഹ് വെച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ദീനിലുണ്ടോ നിങ്ങൾ ആലോചിച്ച് പറയും. നിസ്കാരത്തിലുണ്ടോ ഒരു ബുദ്ധിമുട്ട്? ആർക്കെങ്കിലും 5 വക്ത് നിസ്കാരം അവന് ഡ്യൂട്ടിക്ക് തടസ്സമാകണം? ഏതൊക്കെ ഷിഫ്റ്റ് പണിയെടുക്കുന്ന ആൾക്കാരുടെ ഇവിടെ അല്ലാഹ് അങ്ങനൊന്നും വെച്ചിട്ടില്ല സഹോദരങ്ങളെ. വളരെ സുഗമമായ രൂപത്തിൽ അത് വെച്ചിട്ടുള്ളൂ. ഓടുന്ന ബസ്സിൽ തിരക്ക് പിടിച്ചിരിക്കുമ്പോൾ പോലും നിസ്കരിക്കുന്ന രൂപത്തിൽ നിസ്കാരത്തിന്റെ സംവിധാനങ്ങൾ അള്ളാഹു മാറ്റി തന്നു. തയമം ചെയ്യണമെങ്കിൽ പണ്ട് മണ്ണ് തെരഞ്ഞു കൊള്ളും. സഈദൻ ത്വയ്യിബാന്ന് ഖുർആനിൽ ആയത്ത് കണ്ടപ്പോൾ കുറച്ചൊരു പ്രതലത്തിൽ കൈയടിച്ച് ബിസ്മിൽ കൈയടിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും. അത് കിബില പോലും നോക്കാതെ യാത്ര നിസ്കരിക്കാൻ പറ്റും. അത്രയൊക്കെ സംവിധാനം. സക്കാത്ത് ആർക്കാ? അതിന് വിഹിതമുള്ളവനെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവസ്ഥകൾ ആലോചിച്ചു. ഹജ്ജ് ചെയ്യാൻ ആരോടാ പറഞ്ഞത്? 60,000 ഇനിസ്തതായിലേക്ക് സബീല. ബുദ്ധിമുട്ടരുത് എന്നാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് വായിച്ചു നോക്കും നിങ്ങൾ. നോമ്പിനെ കുറിച്ചുള്ള ആയത്ത് വായിക്കുമ്പോൾ അള്ളാഹു സ്നേഹത്തോടെ പറയാൻ, പകല് ഭാര്യമാരെ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വല്ല ബുദ്ധിമുട്ടും നമുക്ക് വരുമോന്നാ അള്ളാഹ്. ഫലാ തുബാശിറൂഹുന്ന വഅൻതും മാകിഫൂന ഫിൽ മസാജിദ് തിൽക ഹുദൂദുല്ലാഹ്. രാത്രിയും ഒക്കെ ഭാര്യമാരെ വിട്ടു നിൽക്കേണ്ട ഇത്തിക്കാഫിന്റെ സമയത്ത് മാത്രം. നോമ്പിന് പകല് മാത്രം വിട്ടിരുന്നാൽ മതി. അതും പ്രഭാതം മുതൽ പ്രദോഷം വരെ. അത് കഴിഞ്ഞാൽ ഉഹില്ലലക്കും ലൈലത്തസ് സിയാമിർ റഫതു ഇലാ നിസായിക്കും കുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. നിങ്ങളെ വസ്ത്രാണ്, അത് എത്ര നേരം അങ്ങോട്ട് മാറ്റിക്കാൻ പറയാം. പകല് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടുകൊള്ളൂന്നാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ ഇളവ്! യാത്ര പോണവന് കുഫമ്മ തടവാൻ മൈനാണ്. ഇടങ്ങേറാക്കാതൊക്കെ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞു. കുഫമ്മേ സോക്സുമ്മ തടവാൻ മൈനാണ്. അത്ര സൗകര്യത്തിൽ അള്ളാഹു ദീന് പ്രയാസം തോന്നിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ദീനിൽ ഇല്ലാത്തത് വന്നുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ആ കുടുംബം ഇടങ്ങേറായി.
ആ കുടുംബടങ്ങേറായി. എന്നുവെച്ചാൽ ആ മരിച്ച കാര്യം ആണ് തീർന്ന് പൂർത്തിയാകുമ്പോഴേക്കും അയാള് കുട്ടികളെ പണ്ടം കൊണ്ടുപോയി ഹറാമായ പലിശക്ക് കൊണ്ടുപോയി വെച്ച് കൊണ്ടുവരേണ്ടി വരും അല്ലെ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ദീനിലില്ലാത്തത് കൂടിയ കൊണ്ടാണ്. ഇപ്പൊ നാട്ടിൽ വരുന്ന മിക്കവാറും ആളുകൾ കുട്ടികളെ കെട്ടിക്കാൻ അങ്ങോട്ട് വരുന്നത്. കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ആണുങ്ങളെ വാപ്പാര ഗൾഫിക്ക് വണ്ടിയായിരുന്നു മഹറ് കൊടുക്കാനേ, മക്കൾക്ക് മഹറ് വാങ്ങി കൊടുക്കാൻ. അതാ ഇസ്ലാമിന്റെ സംവിധാനം. ഇല്ലാത്തതാണ്. ഇല്ലാത്തത് ദീനിൽ വെച്ചതുകൊണ്ടേ ദീനിൽ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രയാസമില്ല. ഒരു മയ്യത്ത് മരിച്ച് മറവ് ചെയ്യുന്നത് വരെ എന്തായാലും ഒരു പുരോഹിതനും ഒരു പണ്ഡിതന്റെയും സാന്നിധ്യം ഇസ്ലാം ആവശ്യപ്പെടുന്ന അതിന്റെ യാതൊരു ആവശ്യമില്ല. ഒരു പൈസന്റെ ചെലവില്ല. അല്ലെങ്കിൽ ഏറ്റവും ഒരു കോറ വസ്ത്രം, ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമാണ്. ആ വസ്ത്രം എന്താ വീട്ടിലുണ്ടെങ്കിൽ അലക്കി വെളുപ്പിച്ച് ശരിയാക്കി വെച്ച് അത് ഉപയോഗിച്ചാൽ മതി. പുതിയ തുണി കുപ്പ എടുക്കാൻ ഓടേണ്ട യാതൊരു ആവശ്യമില്ല. ആൾക്കാർ ചോദിക്കും. അത് കഴിഞ്ഞാലോ കബറ് കുത്തേണ്ടത് ആരാ? കബറ് കുത്താനായിട്ട് തൊഴിലാളികളിൽ മണ്ണിൽ പാകത്തിലൊരു കുഴി ആര് വെട്ടിയാലും ആ കുഴി വെട്ടും. അങ്ങനത്തെ എത്രയോ സ്ഥലങ്ങളിൽ നിസ്കരിക്കേണ്ടത് ആരാ? കൂലിക്കാരനായ ഇമാമാ നിസ്കരിക്കേണ്ടത്. ഒരു ജനാസ മറവ് ചെയ്ത് വരുമ്പോൾ മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ആയിഷ ബിറളിയല്ലാഹു അൻഹ തലവേദന വന്നു. മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ബേജാറായിട്ട് റസൂലുള്ളാഹിനോട് എന്റെ തല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞു, എന്താണ്? ആയിഷ, നീ എനിക്ക് മുമ്പ് മരിച്ചാൽ ഞാൻ എന്റെ കൈകളെ കൊണ്ട് നിന്നെ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫൻ ചെയ്യും, നിന്നെ ഞാൻ കബറിലേക്ക് ഇറക്കി വെക്കും. പാപ്പന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ട മക്കളാണ്. എവിടെ സഹോദരങ്ങളെ? അവിടെ കൂലിയും വാടകയും ഒന്നും വേണ്ട. പിന്നെ അത് കഴിഞ്ഞാൽ 40 ദിവസം മൗലൂദ്. നമ്മുടെ നാട്ടിൽ 40 ദിവസത്തെ മൗലൂദിനുള്ള ചെലവ് ആര് കൊടുക്കണം? ഈ വീട്ടുകാര് കൊടുക്കണം. കൂലിപ്പണിക്ക് പോകുന്നവന് പണിക്ക് പോകാൻ പറ്റില്ല. കാരണം ബാപ്പ അനിച്ചിട്ട് പണിക്ക് പോകാന്ന് ചോദിക്കും. 3-ാമത്തെ ദിവസം അയാൾ കൈക്കോട്ടെടുത്ത് ഇറങ്ങിയാൽ ചോദിക്കും, അവനോ ഓലൊക്കെ പോലെ വൈക്ക് തിരിഞ്ഞു, ഒരു ദുഃഖമല്ല വിഷമമല്ല, 3 ദിവസത്തിലേറെ ദുഃഖം വേണ്ടാന്നാ. അതെന്തിനാ നിയമം വെച്ചത്? റസൂലുള്ള 3 ദിവസത്തിലേറെ ഇനി ദുഃഖാചരണം വേണ്ടാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ പോണോൻ അവന്റെ പണിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അനുവദിക്കൂ? ഇല്ല. സഹോദരങ്ങളെ, 40 ദിവസവും 50 ദിവസവും എല്ലാ ദിവസവും കോഴി ബിരിയാണി വെച്ച് മൗലൂദുകളും ഓത്തുകളും പാരായണം. എന്തൊക്കെ സങ്കീർണം. കഴിഞ്ഞ ഒരു 2-3-4 മാസം മുമ്പ് പത്രത്തിൽ വായിച്ചതാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചതിന്റെ പേരിൽ പള്ളി കിടക്കേണ്ട ഫീസ് അടക്കാഞ്ഞിട്ട് ഒരാളെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പള്ളി കമ്പനിന്ന്. അവസാനം അയാള് പലിശക്ക് കൊടുത്തിട്ടാണ് സംഖ്യ കൊണ്ടുപോയി അടച്ചിരുന്നത്. ഭാരങ്ങൾ, എന്തൊക്കെ ഭാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. ദീനിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നൊരവസ്ഥ. സഹോദരങ്ങൾ, അതൊക്കെ നീക്കിയിട്ട് ശരിക്കുള്ള ദീൻ നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കുമ്പോൾ അതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് അത് അനുധാവനം ചെയ്യാൻ പറ്റും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏറ്റവും പ്രധാനമായി സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പരലോകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഖേദം അതാണ്. ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. ചെയ്തിട്ട് പരലോകത്ത് കിട്ടാതെ വല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയാണ്. ഹൽ അതാക ഹദീസുൻ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിയ അമിലത്തുൻ നാസിബ തസുലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരിയ. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന വർത്തമാനം, പരലോകത്തെ കുറിച്ചുള്ള വിവരം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? വുജൂഹുൻ യൗമഇദിൻ ഖാശിയ, ചില മുഖങ്ങൾ അന്ന് പേടിച്ച് താഴ്മ കാണിക്കുന്നവയായിരിക്കും. അമിലത്തുൻ, അവ പ്രവർത്തിച്ചവരാണ്. നാസിബത്തും, ക്ഷീണിച്ചവരാണ്. തസുലാ നാറൻ ഹമിയ, ചുട്ടുപൊള്ളുന്ന നരകത്തേക്കാ പോവുകയാണ്. സഹോദരങ്ങളെ, പണിയെടുത്ത് വന്ന് നരകത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. നിസ്കാരവും നോമ്പും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നരകത്തേക്ക് പോകാൻ പറഞ്ഞ ആൾക്കാർ. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ അവരുടെ മുഖങ്ങളെ തിരിച്ചും മറിച്ചും മൂടുമ്പോൾ നരകത്തിൽ വീഴോളം അയാൾ വിചാരിക്കണം ഞാൻ സ്വർഗത്തേക്ക്. കാരണം ഞാൻ ദീനനുസരിച്ച് തന്നെ ജീവിച്ച്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാന്നാ വിചാരിക്കണേ. നരകത്തിൽ വെച്ച് മുഖത്ത് തീജ്വാലകൾ സ്പർശിക്കുമ്പോൾ അയാൾ പറയാണ്, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. റബ്ബനാ ഇന്നാ അതഅന സാദതനാ വ കുബറാഅന, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങൾ വലിയവരാണെന്ന് വിചാരിച്ചവരെയും ഞങ്ങൾ പിൻപറ്റി. നരകത്തെന്ന് പറയണേ, അള്ളി റസൂലും എന്താണ് പഠിപ്പിച്ചിരുന്നതെന്നൊന്ന് നോക്കി പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേന്. ഞങ്ങൾ വലിയ ആൾക്കാർ പറഞ്ഞാൽ തെറ്റൂല. സാദത്ത് കുബറ അവര് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചു. അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. പടച്ചോനെ, റബ്ബനാ ആതിഹിം ദുഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ, അവരെ നീ ശപിക്കണേ തമ്പുരാനെ എന്നവിടെ വെച്ച് പറയുന്ന സഹോദരങ്ങൾ.
ഞാൻ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് അവിടെ വെച്ചുകൊണ്ട് ഖേദിച്ചുകൊണ്ട് പറയുന്ന. അപ്പൊ എന്താണ് പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി ദീനാണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ സ്വീകരിക്കപ്പെടാതെ പോകും. നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യുന്ന കാര്യം അള്ളയും റസൂലും കൽപ്പിച്ചതാകുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സത്യത്തിൽ ഈ ഒരു അവസ്ഥ ഭയങ്കരമായ ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എവിടെ നമ്മൾ ചെന്ന് നോക്കിയാലും എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവും റസൂലും പറഞ്ഞതിനപ്പുറം ഉണ്ടാകും. അപ്പൊ ആൾക്കാരുടെ ന്യായം എന്താണെന്ന് വിചാരിച്ചാൽ അതിലൊക്കെ എന്തൊക്കെ നന്മകൾ ആളുകൾക്കുണ്ട്, എന്തൊക്കെ ഗുണങ്ങൾ അതുകൊണ്ട് നാട്ടിലുണ്ട് എന്ന ആളുകൾ പറഞ്ഞു. ഞാൻ ഓതി വെച്ച ആയത്ത്, അതിനു വേണ്ടിയാണ് ഞാനൊരു ആയത്ത് സൂറത്തുൽ ബഖറയിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഓതിയത്. അതായത് അള്ളാഹുവിന്റെ റസൂലിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടങ്ങിയ സമയത്ത് തിരിഞ്ഞിരുന്ന് നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസ് കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആഗ്രഹം, അത് ഇങ്ങനെ മസ്ജിദുൽ ഹറമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നൊരു തീരുമാനം കിട്ടിയതാണ്. അപ്പൊ റസൂൽ എന്താ പറയുക, ആഗ്രഹം കൊണ്ട്, അങ്ങനെ ഒരു വഹിയ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് റസൂൽ ആകാശത്തേക്ക് നോക്കുന്ന ഒരു വഹിയ ഇറങ്ങി വരാൻ. അതായത് എല്ലാ അർത്ഥത്തിലും നല്ലൊരു കാര്യമാണ്. കാരണം അവിടുന്ന് ഇങ്ങോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്ഥാപിച്ച ഒന്നാമത്തെ ഗ്രഹമാണ്. നോക്ക് നിങ്ങൾ ആയത്ത് നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയാൻ, നബിസ്വലാമയോട് അല്ലാഹു പറയാം, നീ ആകാശത്തേക്ക് ഇങ്ങനെ വളരെ ആഗ്രഹത്തോടുകൂടെ കണ്ണ് നീട്ടുന്നത് എന്താണ് നമ്മൾ കാണുന്നുണ്ടെന്ന്. ആകാശത്തിലേക്ക് നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ കിബില മാറ്റിത്തരാം. അല്ലാഹു പറയാം, ഞാൻ ഇഷ്ടമുള്ള നിനക്ക് ആഗ്രഹിച്ച നീ തൃപ്തിപ്പെടുന്നിടത്തേക്ക് തിരിച്ചേരാ. ഇന്ന് തൊട്ട് മസ്ജിദുൽ ഹറാമുക്ക് തിരിഞ്ഞോന്ന് നിന്റെ ഇതുവരെയുള്ള ആഗ്രഹം സഹോദരങ്ങളെ നല്ലതല്ലേ എന്ന് ചിന്തിച്ച് മാറ്റിക്കൂടെ? അള്ളാന്റെ റസൂലിന് മാറ്റാൻ അള്ളാഹുവിന്റെ വകീനെ കാത്തു നിൽക്കേണ്ടി വന്നുവെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്തൊരു പുതിയ കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്ന നന്മ ഉണ്ടാക്കാനും ആരും പറയണ്ട, ആരോടും ചോദിക്കണ്ട. ഒരു വിവരവുമില്ലാത്തവൻ പറയുന്നു അത് ശരിയാവൂലേ, അത് നല്ലതല്ലേ, അതുകൊണ്ട് ഗുണല്ലേ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ, എത്രയാൾക്ക് സന്തോഷമുണ്ട്, എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഒരു കിബില മാറാൻ വേണ്ടി എന്തിനെ റസൂലുള്ളാഹി കാത്തിരുന്നത്? ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈതുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റാ. നീ അതിന്റെ നേരക്ക് മുഖം തിരിച്ചു കൊള്ളുക. നിനക്കാനും നോക്ക്, നിങ്ങൾ സുബൈ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങിയത്. റസൂലുള്ളാഹി സുബൈ നിസ്കാരം മുഴുവനാക്കും മുമ്പ് മസ്ജിദുൽ ഹറമിന്റെ നേരക്കാണ് തിരിഞ്ഞത്. സഹോദരങ്ങളെ, ഒരു തീരുമാനം അത് പറയാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന്റെ റസൂലിന് മാത്രമേ ഉള്ളൂ. യാതൊന്നും. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഇപ്പൊ സ്വലാത്ത് ചെല്ലുക, ഏറ്റവും പുണ്യകരമായ കാര്യം സ്വലാത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചെല്ലുന്നതിന്റെ പുണ്യം പറയുന്ന ഹദീസുകൾ വായിച്ചാൽ ഭയങ്കര. അത് സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ്. ബാങ്കിന് ശേഷം സ്വലാത്ത് ചെല്ലിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് സ്വലാത്ത് ചെല്ലാത്തവന് നിസ്കാരം മുഴുവനാവൂല. എത്ര സംഭവങ്ങളാണ് സഹോദരങ്ങളിൽ. എന്നാലേ ഒരു മനുഷ്യൻ തുമ്മിയ സമയത്ത് അദ്ദേഹം തുമ്മിയ ഉടനെ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടു മുമ്പിൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഏതോ ഒരു സ്ഥലത്തെത്തുമ്പോൾ പ്രവാചകൻ ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിൽ അവിടെ വന്ന് അദ്ദേഹം പുഞ്ചിരിക്കുമ്പോൾ നടന്നു പോകും. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം കരയും. അത്ര അനുധാവനം ചെയ്ത റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികന്മാരിൽപ്പെട്ട പ്രമുഖനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, മാ ഹക്കദ, എന്താ ഇങ്ങനെ പറയാൻ? ഇപ്രകാരം മാ ഹക്കദ അല്ലമനാ റസൂലുള്ളാഹ്, ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് കഴിഞ്ഞ ഒരു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് പഠിപ്പിച്ചിട്ടില്ലല്ലോ. ബൽ ഖാല ഇദാ അത്തസ അഹദുക്കും ഫൽയഹ്മദില്ലാഹ്, ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാനേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഒരു സ്വലാത്ത് പുണ്യല്ലേ, നല്ലതല്ലേ, ചൊല്ലിക്കൂടെ, സമ്മതിച്ചൂടെ? സമ്മതിച്ചില്ല. അൽഹംദുലില്ലാഹ് എന്നേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു സഹാബി തീർത്താണ്. നമ്മൾ ആളുകൾ രണ്ടാഘോഷമുള്ള ഇസ്ലാമിൽ നിന്നാണ് പഠിച്ചത്. രണ്ടാഘോഷം ഇസ്ലാമിലുണ്ട്. മൂന്നാമത്തെ ആഘോഷത്തെ കുറിച്ച് എവിടെയും പറയുന്നില്ല. സഹോദരങ്ങളെ, ആ രണ്ടാഘോഷത്തിനും കാണാത്തതിനേക്കാളും ആരവങ്ങളും അതേപോലെ തന്നെ പരിപാടികളുമാണ് നമ്മൾ മൂന്നാമത്തിന് കാണുന്നത്. എന്താണ് തെളിവ്? എന്താണ് തെളിവ്?
ഞാനീ പറഞ്ഞതാ തെളിവ്. എന്താ തെളിവ്? പലപ്പോഴും സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അതിന്റെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഹജ്ജിന് പോണ മനാസിക്കുൽ ഹജ്ജിന്റെ ഒരു പുസ്തകമായി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്താ വളരെ ചെറിയ കാര്യം പോലും അതില്. ഇപ്പൊ ഇഹ്റാം ചെയ്യുന്നതിനെ പറ്റി മാത്രം പഠിച്ചാൽ എന്താണ്, ആണെന്ത് ചെയ്യണം, പെണ്ണെന്ത് ചെയ്യണം, ഈ ഓരോരുത്തരും മീക്കാത്തിലൂടെ കടന്നു പോകാത്തവരെന്ത് ചെയ്യണം, മീക്കാത്തിലൂടെ പോണവരും എന്ത് ചെയ്യണം. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, അപ്പുറത്ത് ഹജറുൽ അസ്വദിന്റെയും ആ റുക്കുൽ യമാനിന്റെയും അടിയിൽ ചെല്ലുമ്പോൾ എന്ത് ചൊല്ലണം, എവിടുന്ന് തുടങ്ങണം, എവിടെ വരണം, ആയത്തെ 3 ഓട്ടത്തിൽ എങ്ങനെ ഇടണം തോളിലുള്ള വസ്ത്രം, പിന്നത്തെ 3 തവാഫിൽ എങ്ങനെ ചെയ്യും, ഒക്കെ ഒരു ചെറിയ കാര്യം പോലും വിട്ടുപോകാതെ പഠിപ്പിക്കുക. എന്നിട്ട് അത്രമാത്രം കണിശമായി വിഷയങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഇസ്ലാമിൽ സഹോദരങ്ങൾ ആലോചിച്ചു, ഒരു ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ച എന്തെങ്കിലും ഒരു സുന്നത്ത്, ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തെങ്കിലും ഒരു സുന്നത്ത് അന്ന് ചെയ്യേണ്ട, റബീഉൽ അവ്വൽ 12-ന് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സുന്നത്ത് അന്ന് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു സുന്നത്ത് സഹോദരങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ. ഇപ്പൊ ജുമാനെ പറ്റി പറയുമ്പോൾ ജുമാ മുട്ട് കെട്ടിയിരിക്കാൻ പറ്റില്ല, നമ്മൾ മുട്ടിങ്ങനെ പൊന്തിച്ച് കെട്ടി. റസൂൽ അത് വിരോധിച്ച്, ആളുകളുടെ ചുമലുകൾ ചാടിക്കടന്നു പോകാൻ പറ്റില്ല. ഒരാൾ വർത്താനം പറഞ്ഞാൽ ആ വർത്താനം പറഞ്ഞുകൊണ്ട് പറയരുത് പറഞ്ഞ ജുമയും പോയി. അത്ര വരെ നിർദ്ദേശങ്ങൾ പറയുന്ന ഇസ്ലാമിൽ ആ ദിവസത്തെ കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല. എന്നിട്ടാണ് ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടി, പള്ളിക്ക പരിപാടി, മദ്രസ പരിപാടി, അങ്ങാടി പരിപാടി. സഹോദരങ്ങളെ, എന്താ അതിന്റെ അവസ്ഥ? എന്നാ അതൊക്കെ ചെയ്താൽ അതിന് കിട്ടുന്ന കൂലി കിട്ടിക്കോടെന്ന് വിചാരിക്കുന്നവർ ആലോചിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവും റസൂലും പറഞ്ഞ അനുസരിക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാക്കി കളയരുതെന്ന്. സഹോദരങ്ങളെ, ആ നിർദ്ദേശങ്ങൾക്ക് അപ്പുറം പോയാൽ ചെയ്തതും കൂടെ അള്ളാഹു സ്വീകരിക്കാതെ പോകും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. സഹാബികൾക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കാൻ. പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ന് റസൂലുള്ളാഹി ചൊല്ലി പഠിപ്പിച്ചപ്പോൾ കേട്ടിരുന്ന സഹാബി ചൊല്ലുകയാണ്, നബി എന്നുള്ളടത്ത് മൂപ്പര വാക റസൂൽ എന്ന് തെറ്റിച്ചെല്ലി. എന്താ ഇപ്പൊ നബിയും റസൂലും എന്നുള്ളപ്പോ ഒന്ന് മാറി, അതിനിപ്പോ എന്താ അപകടം? ഒന്നല്ലേ, അർത്ഥം തന്നെയല്ലേ. റസൂലുള്ളാഹി പറഞ്ഞു പറ്റില്ല, എന്ന് തന്നെ ചൊല്ലണം. എന്താ സഹോദരങ്ങൾ ഇത്ര വലിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതിന്റെ അപ്പുറം പറ്റൂല. ഏതൊരു കാര്യം ഉപദേശിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി തുടക്കത്തിൽ പറയും, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിൽ പുതുതായി ഉണ്ടാക്കണമൊക്കെ ബിദ്അത്താണ്, ബിദ്അത്ത് മുഴുവൻ നരകത്തിലേക്കാണെന്ന് പറയുന്നത്. സഹോദരങ്ങൾ, ഇത് കണിശമായി പാലിക്കണം. നിസ്കാരത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പാലിക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നറിയും, പൊതുവെ മതത്തെ നബിദിനം പാടില്ല എന്ന് പറയുമ്പോൾ ഉടനെ പറയുന്നത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു മനുഷ്യൻ ഒക്കെ അതിന് വല്ല പ്രത്യേകതയുണ്ടോ എന്നേ തിരിച്ചു പറയുള്ളൂ. സഹോദരങ്ങളെ, വസ്തുത അതാണോ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹി എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിച്ചാലുള്ളൂ. ഇതൊക്കെ ഇപ്പൊ നമ്മളിത് നടത്തണമെന്ന് പറയുന്നതൊക്കെ എന്തിനാ? നമുക്കിതിനൊരു കൂലി പരലോകത്ത് കിട്ടാനല്ലേ. ആ കൂലി നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ പരാമർശിക്കപ്പെടാതെ പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ വിപരീതമായി കൊണ്ടാണ് സഹോദരങ്ങളെ ആചാരങ്ങളും കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ച തന്നെയാണ്. നിങ്ങൾക്ക് സംശയമില്ല എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങൾ കിട്ടിയ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾക്ക് എന്ത് പറ്റൂ അതൊക്കെ എന്റെ ഉമ്മത്തിനും പറ്റും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയതാണ്. എന്ത് പറഞ്ഞു? അന്ന് അവർക്ക് വേദഗ്രന്ഥങ്ങളുണ്ട്. വേദഗ്രന്ഥങ്ങൾ എന്താണ്? സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ഖുർആനും ബൈബിൾ ഇഞ്ചിലും തൗറാത്തും കൊണ്ടടക്കും, അതിന്റെ ഉള്ളിലുള്ളത് എന്താന്ന് അവർക്ക് അറിയില്ല. സഹോദരങ്ങളെ, എത്ര സത്യാണ്! അതേപോലെ പിൽക്കാലത്തായി ഇന്നിപ്പോ ഈ ഖുർആൻ നമ്മുടെ നാട്ടിൽ കയ്യിൽ പിടിച്ച് ഓതുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിലിരിക്കുന്ന ഈ ഖുർആനിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ കഴുതപ്പുറത്ത് വെച്ച ഗ്രന്ഥങ്ങളെ കുറിച്ച് കഴുതയോട് ചോദിക്കുന്നതിലപ്പുറം എന്താ ഉണ്ടാകുക സഹോദരങ്ങൾ? എന്തെങ്കിലും വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി നിൽക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഒരു വീട്ടിൽ യാദൃശികമായി ചെന്നപ്പോൾ ആ വീട്ടിലത്തെ സ്ത്രീ പറഞ്ഞു, 1-2 കാസറ്റുകളൊക്കെ കേട്ടിട്ട് അവർ പറയണത് ഖുർആനിന് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് എന്ന് ഞാൻ അപ്പം മനസ്സിലാക്കാണ്. ഇങ്ങനെയൊക്കെ ഇതിനൊരു അർത്ഥമുണ്ട്, നമ്മളെ മനസ്സിൽ തട്ടി മനസ്സിൽ ഇങ്ങനെ തെക്ക് ഈമാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അർത്ഥത്തിനുണ്ട്, ഞാൻ ഇപ്പൊ മനസ്സിലാക്കാണ്.
എനിക്ക് അസുഖവും ബുദ്ധിമുട്ടും ഒക്കെ ആയി ഇവിടുന്ന് ക്ലാസ്സിന് വരാൻ പറ്റാത്ത സമയത്താണല്ലോ പടച്ചോനെ ഇത് മനസ്സിലായത് എന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കാസറ്റ് കൊണ്ടേ കൊടുത്തു. ആ കാസറ്റ് ഉമ്മ പറയും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, ഈ ഒരവസ്ഥ എവിടേക്ക് എത്തിക്കും? ഖുർആനിന് തൗറാത്തിനും ഇഞ്ചീലിനും എന്ത് സംഭവിച്ചോ? സുമ്മലം യഹ്മിലുഹാ കമതലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ശരിക്കും ആ ഗ്രന്ഥങ്ങൾ ചുമന്ന കഴുതകളെ പോലെ എന്ന് പറഞ്ഞമായി ഇതിലെന്താ ഉള്ളതെന്ന് പഠിക്കേ വായിച്ചു നോക്കി ചെയ്യാത്ത അവസ്ഥ വന്നു. അതേപോലെ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മുമ്പുള്ളവർ ചെയ്തത് അതുപോലെ ചെയ്യാം. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ നിലവിളക്ക് എങ്ങനെ നമ്മൾ ആൾക്കാർ കൈ പിടിക്കാൻ കഴിയണത്? നിലവിളക്കിട്ട് പോവുകയാണ് ആൾക്കാർ പ്രാർത്ഥിക്കാനും സിയാറത്തിനും നിലവിളക്കിട്ട്. എന്തായാലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് വന്നൊരു ബോധമാണ് എന്ത്, അതൊക്കെ സാധാരണ ഹിന്ദുക്കൾ കൊണ്ടുനടക്കുന്ന ഒരു ആരാധനാ വസ്തുവാണ് എന്ന് അറിയാത്ത ഒരു മഗ്‌രിബ് ആയാൽ അതുമ്മ തീ കത്തിച്ച് വിളക്കെത്തിച്ച് അഗ്നിയെ തീയിനെ ആരാധിക്കുന്ന ആൾക്കാരതാണത്. സഹോദരങ്ങളെ, ഇതിപ്പോ പിന്നെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തൊരു പള്ളിയുണ്ട്. സ്ഥലം വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, ആ പള്ളിക്ക് വെള്ളിയാഴ്ച നമ്മൾ നേർച്ചയായിക്കൊണ്ട് ആൾക്കാർ മുമ്പ് കോഴിനെയും ആടിനെയും കോഴിമുട്ടനെയൊക്കെ പള്ളി കൊണ്ടായ മാതിരി അവിടെ തന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് മെറ്റൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നേർച്ചക്ക് നിലവിളക്ക് കൊണ്ടേ കൊടുക്കും പള്ളിക്ക് വെള്ളിയാഴ്ച. ആ നിലവിളക്ക് അവിടെ പിന്നെ ലേലം പെയ്തു. ആലോചിച്ചൊക്കെ നിങ്ങൾ, ഇത് പറഞ്ഞാൽ നമ്മളാരായി നിലങ്ങൾ നമ്മളാരെ മുശ്രിക്കാക്കി കാഫിറാക്കി എന്നാ പറയാം. സഹോദരങ്ങൾ, ഇതും പിടിച്ച് നമ്മുടെ ആളുകൾ പോകുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ എന്ത് പൂർണ്ണമായിട്ടാ മതം മറ്റുള്ളവർ. ഞാൻ ചോദിക്കട്ടെ, കാബയല്ലാതെ വേറൊന്നിനെ തവാഫ് ചെയ്യാൻ അനുവാദമില്ല സഹോദര. നിങ്ങൾ ഏത് പണ്ഡിതന്മാരോട് ചോദിച്ചോളൂ. എന്നാൽ തവാഫ് ചെയ്യപ്പെടുന്ന മക്കാമുകളും ദർഗാ ശരീഫുകളും എത്ര കാണിച്ചു തരണം നിങ്ങൾക്ക് ഇന്ത്യയിൽ? കാബക്ക് മുന്നിൽ ചുറ്റും തവാഫ് ചെയ്യുന്ന പോലെ ആളുകൾ തവാഫ് ചെയ്യുന്നു. എന്താണ് കാര്യങ്ങൾ? എന്താണ് അതൊന്നും ചെയ്ത് അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും കൽപ്പിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ചെയ്ത പ്രവർത്തനങ്ങൾ പോലും അള്ളാഹുവിന് കൂലിണ്ടാവില്ല. ശിർക്ക് കലർന്നു വന്നാൽ ഒരു ചെമ്പ് ബിരിയാണിയിൽ ഒരല്പം വിഷം ഇറ്റി വീഴുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ നശിച്ചിട്ട് നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന സഹോദരങ്ങളെ, എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഒന്ന് പഠിച്ചുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് പഠിച്ചുണ്ടാക്കിയ തന്നെ നടക്കും. നിങ്ങൾക്കറിയാം, ഇത് മനസ്സിലാക്കി ബോധ്യപ്പെടുമ്പോൾ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. സഹോദരങ്ങളെ, ഇതൊന്നും ആരെയെങ്കിലും വിഷമിപ്പിക്കാനോ ആരെയെങ്കിലും ബുദ്ധിമുട്ടാക്കാനോ മറ്റുള്ളവരെ പരാജയപ്പെടുത്താനോ പ്രവർത്തനങ്ങൾ അല്ലാതാക്കാനോ ഒന്നും പറയണതല്ല. ഇതൊക്കെ സ്നേഹം കൊണ്ട് പറയും. എന്താ സ്നേഹം? നിങ്ങളാച്ചൊക്കെ നിങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു പിരിവിന് വേണ്ടിയോ പരിപാടിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വിചാരിക്കാം. സഹോദരങ്ങൾ, ആത്മാർത്ഥമായി ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഈമാൻ കടന്നു വന്നാൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഞാൻ പോരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹലിൽ ഒരാൾ വന്നു. അയാൾ വന്ന് നമ്മളെ പിന്നെ അവിടുത്തെ ഓഫീസിലേക്ക് കയറി വന്നപ്പോൾ അയാൾ ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. ഓഫീസ് വന്നപ്പോൾ നമ്മൾ ഓഫീസിലുള്ള ഒരാൾ മുമ്പ് ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇയാളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ ടൗണിൽ എല്ലാ തമ്മാടിത്തത്തിനും നേതൃത്വം കൊടുത്തിരുന്ന ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരാളാണ്. എന്നിട്ട് അവസാനം നാട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട് വിസെടുത്ത് പറഞ്ഞയച്ചാൽ ഇന്ന് അയാൾ നല്ലൊരു താടിയൊക്കെ വെച്ച് ഫാൻസൊക്കെ നെരിയാണിക്ക് മേലെടുത്തിട്ട് ഗൾഫിൽ നിന്ന് 10-15 വീഡിയോ കാസറ്റുമായിട്ട് അയാൾ നാട്ടിൽ വരുന്നത് മാത്രമല്ല, ഞാൻ കുത്തുബ പറയുന്ന പള്ളിയിൽ 3-ാമത്തെ ആഴ്ച അയാൾ ഭാര്യനെയും കൂട്ടി ജുമാക്ക് വന്നിരിക്കുക. ആലോചിച്ചു നിങ്ങൾ സഹോദരങ്ങളെ, ഈ മാറ്റമല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ മാറ്റം ഉണ്ടാക്കുവാൻ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇവിടെ നടക്കുന്ന ഇതേ പ്രവർത്തനം നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇവരെ വരാനയക്കണില്ല. കള്ളുകുടിച്ച് തോന്നിവാസം ചെയ്ത് ഇസ്ലാമിനെ കുറിച്ചോ ഖുർആന്റെ ഒരായത്തോ കേൾക്കുവാനോ പഠിക്കുവാനോ കാസറ്റ് കേൾക്കുവാനോ പോകരുത്, പഠിക്കരുത്, ചെല്ലരുത്, സലാം പറയരുത് എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് മാറ്റി നിർത്തപ്പെടാണ്. എന്നിട്ട് അവിടുന്ന് ഇവിടെ വന്ന് റൂമിൽ എവിടെയെങ്കിലും ഇങ്ങനെ കുരുത്തത്തിനൊരു ക്ലാസ് കുടുങ്ങിപ്പോയിട്ടാണ് ഈ നേരാണ്. ആലോചിച്ചോക്കെ നിങ്ങൾ ഈ ഒരവസ്ഥ. ഇത് വേറെ ആരെക്കൊണ്ടുണ്ടാവണം, എന്തുകൊണ്ടുണ്ടാവണം? സഹോദരങ്ങളെ, ഈ മാറ്റം എന്തൊരു വലിയ മാറ്റമായി. ഇന്ന് അയാൾ വളരെ സംതൃപ്തനാണ്, സന്തോഷവാനാണ്. ഒരുപക്ഷെ ആ ടൗണിൽ അയാൾ തിരിച്ചു പോരുമ്പോൾ ഉണ്ടായിരുന്ന മാന്യന്മാരൊക്കെ ഇന്ന് അവിടെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ മാറ്റം കേട്ടാലും പഠിച്ചാലും, അത് എവിടുന്ന് കേട്ടാലും പഠിച്ചാലും ആകുന്നു. അത് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. വിദ്യാർത്ഥികൾ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ പെരുകി വന്നുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ പഠിപ്പ് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും അതൊക്കെ നിങ്ങൾ പുതിയത്. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം, ചെറിയ ഉദാഹരണത്തിന് വേണ്ടി മാത്രം ചോദിക്കാം. വല്ലാതെ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം 12 മണിയോടെ എടുക്കാൻ പോകും. ഞാൻ ഉദാഹരണം ചോദിക്കാം. ആൾക്കാർ പറയും
അപ്പൊ ഞങ്ങൾ മദ്ഹബ് വേണ്ട പറഞ്ഞത്, മദ്ഹബിന്റെ ഇമാമിങ്ങളെ പറ്റൂല എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതായത് ഇപ്പൊ ഇവിടെ ചെന്നാൽ കാണാൻ പിന്നെ മാലിക്കി മദ്ഹബിന്റെ ആളുകൾ അങ്ങനെ ഓരോ മദ്ഹബിന്റെ ആൾക്കാർ. അപ്പോൾ ചില ആൾക്കാർ അള്ളാഹു അക്ബർ തന്നെ കൈയാണ് തൂക്കിയിടും, നമ്മൾ കാണുന്നതാണ്, അറമ്പിലൊക്കെ പോയാൽ കാണുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, പുക്കളിന് താഴെ കൈയിട്ടും, ചില ആൾക്കാർ എന്ത് ചെയ്യും, നെഞ്ചത്ത് കൈയിട്ടും, അല്ലെങ്കിൽ വയറ്റത്ത് കൈയിട്ടും. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ആ അറമിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ചു കൊടുക്കും. അപ്പൊ റസൂലുള്ളാഹി എങ്ങനെ നിസ്കരിച്ച്? കൈ തൂക്കിയിട്ട് നിസ്കരിച്ച്, നെഞ്ചത്ത് കൈയിട്ട് നിസ്കരിച്ച്, വയറ്റത്ത് കൈയിട്ട് നിസ്കരിച്ച്, പുക്കളിന് താഴെ വെച്ച്, ഓരോടത്ത് വെച്ചിട്ടുണ്ടാവും, ഓരോടത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോ തൊട്ടപ്പുറത്തെ നമ്മൾ എന്ത് ചെയ്യും, ഹദീത്ത് കാണും. ഹദീത്ത് അധികം ഒന്നും വേണ്ട, ബുലൂഗുൽ മറാം എന്ന് പറയുന്ന ഒരു ചെറിയ ഹദീസിന്റെ പുസ്തകമാണ്, മലയാളത്തിൽ അതിന്റെ പരിഭാഷയുണ്ട്. അതില് സിഫത്തു സ്വലാത്ത് എന്ന് പറയുന്ന നമസ്കാരത്തിന്റെ അധ്യായത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടു. നബി തന്റെ വലത്തെ കൈ ഇടത്തെ കൈയുമ വെച്ച് നെഞ്ചത്ത് വെച്ചത് ഞാൻ കണ്ടു എന്ന് സ്വഹീഹായ ഇബ്നു ഹുസൈമ ഉദ്ധരിക്കും. അപ്പൊ ഞങ്ങളുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ വാക്ക് നമ്മൾ കേൾക്കണ്, റസൂലുള്ളാഹിന്റെ വാക്കും കേൾക്കണം, ഏത് സ്വീകരിക്കണം? അപ്പൊ നമ്മൾ പറയും, ധൈര്യത്തോടെ പറയും, ഏത് പണ്ഡിതന്റെ മുമ്പിലും പറയും. ലോകത്ത് എത്ര വലിയ പ്രഗത്ഭനായ ഇമാമിന്റെ ഉദ്ധരണികൾ അറബിയിൽ വായിച്ചാലും അള്ളാഹുവിന്റെ റസൂൽ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെ കൈകെട്ടി എന്ന് കണ്ടു എന്ന് സ്വീകാര്യമായ ഹദീസിന്റെ സനദോടുകൂടെ സിഹത്തോടുകൂടെ നിദാന ശാസ്ത്രങ്ങൾക്ക് അടിസ്ഥാനപരമായി പരിഗണിച്ചു കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാനുള്ള ധൈര്യം, ആ ധൈര്യമാണ് നമ്മുടെ പ്രത്യേകത. ആ ധൈര്യമാണ് നമ്മുടെ പ്രത്യേകത. ഇവിടുന്ന് സ്വീകരിച്ച് നാട്ടിൽ ചെന്ന് ഇവൻ ആ പ്രകാരം ഒന്നുണ്ടാക്കുമ്പോൾ നാട്ടിലൊക്കെ പാടെ കൂടും. ഒരു ദിവസം ജുമാ കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു ജുമാ കഴിഞ്ഞിട്ട് പോണില്ല, ഒറ്റപ്പാലം ഭാഗത്തുള്ള ഒരു കക്ഷിയാണ്. നമ്മളിങ്ങനെ മുമ്പിൽ സംസാരിച്ചപ്പോൾ മുമ്പിൽ പറഞ്ഞ എന്താന്ന് വിചാരിച്ചാല്, നാട്ടിൽ വന്ന് ഞാൻ 2 കാസറ്റൊക്കെ അയലോകത്ത് കൊണ്ടെടുത്തപ്പോക്കിന് പള്ളിക്ക് തീരുമാനം എടുത്തു. എന്താ പള്ളിക്ക് തീരുമാനം? ഇനി അവന്റെ വീട്ടിൽ കയറി അവനെ കാണുമ്പോൾ സലാം പറയും, ഒന്നും ചെയ്യാൻ പാടില്ല. സത്യമായ സംഭവം ഉണ്ടാക്കി പറയേണ്ട ഒരു ആവശ്യമില്ല. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ ഈ കക്ഷി ആകെ ദുഃഖത്തിൽ നാട്ടിൽ വന്ന ഒരു 2 മാസത്തേക്കാണ് നാട്ടുകാർ ഈ രൂപം കാണിച്ചാൽ എന്തുണ്ടാവും? അവസാനം അവന്റെ ഉമ്മ മരിച്ചു. ഞാൻ പോയി മരിച്ചോടത്ത് പോയ ആളാണ്. ഉമ്മ മരിച്ചു. ചെന്നപ്പോ എന്ത് ചെയ്തു പറയുന്നത്, ഇവന്റെ വല്യമ്മ മരിച്ചു. ഇവനും ഉമ്മയും അവിടെ വണ്ടി എടുത്തുങ്ങാട്ടാണ് ചെന്നൈക്ക് അവിടുന്ന് ഇറങ്ങി പള്ളിക്കാരണവന്മാരും പണ്ഡിതന്മാരും എന്നാൽ നിങ്ങൾ കൊണ്ടുപോയി മറയിലുള്ളൂ, ഞങ്ങൾ അവിടേക്കില്ല. കാരണം ഇവൻ വന്നാൽ നമ്മളെല്ലാരും ഒന്നിച്ചിറങ്ങണം എന്നാണ് പള്ളി കമ്മിറ്റി തീരുമാനം. ചോക്ക് നിങ്ങൾ എന്താ അവസ്ഥ? പറഞ്ഞു ഞാൻ പോയിക്കോളാം, പ്രശ്നമില്ല, ഇത് കണ്ടുപോയാൽ മതി, ഇത് ഫർദ് കിഫായാണ്, നിങ്ങളൊക്കെ പാടെ മറയുമെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന്. അപ്പൊ ഉമ്മാനെയും കൊണ്ടുപോകണമെന്നാ പിന്നെ അടുത്ത വാശി. അപ്പൊ ഉമ്മ പറഞ്ഞു, ഈ മയ്യത്ത് ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ എത്ര കാലം വേണമെങ്കിലും, ഞാൻ ഈ മയ്യത്ത് ഇവിടുന്ന് കൊണ്ടുപോണ വരെ എന്ത് ചെയ്യും, ഞാൻ അവിടെ ഇരിക്കുന്ന തീരുമാനിച്ചു. സഹോദരങ്ങൾ, ഇതൊക്കെ സത്യമായ സംഭവങ്ങൾ. അതിന്റെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു ഖുർആനിലുണ്ട് എന്നാണ് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം വരുന്നതൊക്കെ വന്നോട്ടെ എന്നാണ്. ആ ഒരവസ്ഥ ശരിക്കാണ് അനുഭവിക്കും. സഹോദരങ്ങളെ, തൗഹീദിൽ ശരിക്കുള്ള കണിശത പാലിച്ചോ അതുണ്ടാവും. നാട്ടിക്കാണ് ചെന്ന് ചെല്ലുമ്പോ നമ്മളൊക്കെ പാടന്ന് സിയാറത്തിന് പോകാന്ന് പറയുമ്പോ നമ്മൾ വേണ്ടാന്ന് പറയുമ്പോ ഉണ്ടാകാൻ പോണ അവസ്ഥയാണ്. സിയാറത്ത് വേണം, സുന്നത്താണ്, ഒക്കെ വേണം. നാട്ടിൽ ചെന്ന് 6 മാസം എന്നാലും വാപ്പാന്റെ കബർ അപ്പുറത്തുണ്ടാവും. അപ്പുറത്തുനിന്ന് പോയേക്കാൻ മുമ്പ് നേരം കിട്ടിണ്ടാവില്ല. എന്നിട്ടാണ് പോരിന് 2 ദിവസം മുന്നേ ഒക്കെ ആയതിനു ശേഷം എന്ത് ചെയ്യും, വണ്ടിയൊക്കെ എടുത്തുങ്ങാട്ട് എന്ത് ചെയ്യണത്, മക്കളെയും കുട്ടികളൊക്കെ പാടെ കൂട്ടിങ്ങാട്ട് പിന്നെ 4 ദിവസം 5 ദിവസം ഒക്കെ ദൂരമുള്ള സ്ഥലത്ത് പോയി സിയാറത്ത് നടത്തി പോരുന്നത്. എന്തിനാ സിയാറത്ത്? അവർക്ക് പരലോകത്തിന് പ്രാർത്ഥിക്കാനല്ല, നമ്മളെ വിക്കാമ ശരിയാകാൻ, അവിടുത്തെ വീട്ടിലെ കുട്ടിനെ വേഗം കെട്ടിച്ചു പോകാനൊക്കെ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യും, അവിടെ എതിർക്കുള്ളൂ. സഹോദരങ്ങളെ, ഇവിടെയാണ് പ്രത്യേകത. മനസ്സിലാക്കിയ സത്യങ്ങളെ അതുപോലെ പറയാനുള്ള ഒരവസ്ഥ അതിനധികം ആൾക്കാരൊന്നുണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ച് ബോധ്യപ്പെട്ട കാര്യം ധൈര്യസമേതം മറ്റുള്ളവരോട് പറയാം. സൂറത്ത് യാസീനിലെ ചെറിയ സംഭവം കൂടെ വിശദീകരിച്ച് അവസാനിപ്പിക്കും. സൂറത്ത് യാസീനിലുണ്ട് ശരിക്കുള്ള സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആവുന്ന അവസ്ഥ. ഒരു നാട്ടിക്ക് ഒരു നബിനെ പറഞ്ഞയച്ചു, ആൾക്കാർ സ്വീകരിച്ചില്ല. ഇത് മൂന്നാമത്തെ ആളെയും പറഞ്ഞയച്ചു, സ്വീകരിച്ചില്ല. ഒറ്റ ആളെയും കിട്ടില്ല എന്നാണ്. അവസാനം എവിടെ നിന്നോ ഒരാൾ വന്നു, മദീന. ഒരാൾ എവിടുന്നോ വന്നിട്ട് അയാൾ പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ നബിമാരെ പിൻപറ്റണം. പിൻപറ്റാത്ത നാട്ടിൽ വന്നിട്ടാ പറഞ്ഞത്. പറഞ്ഞപ്പോക്കിന് എല്ലാരും അയാൾക്ക് നേരെ തിരിഞ്ഞു എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇവരെ ആട്ടി ഓടിക്കുന്നത്?
ഇവര് ഒരു കൂലിയും ചോദിക്കാതെ നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അവരെ പിൻപറ്റിക്കൂടെ എന്നാ ചോദിച്ചത്. ഒന്നും നിങ്ങളോട് ചോദിക്കണില്ല. എന്തെങ്കിലും ചോദിക്കണുണ്ടെങ്കിൽ ആ നേട്ടത്തിന് വേണ്ടിയാണ് പറയുന്നത് വിചാരിക്കുക. ഒരു താല്പര്യമില്ലാതെ വരുന്നത് പിൻപറ്റിക്കൂടെ. അത് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. സഹോദരങ്ങളെ, ആദ്യം അയാൾ പിൻപറ്റുവാനൊരു പുറത്തുനിന്ന് ഉപദേശിച്ചെങ്കിൽ അവസാനം അയാൾ പ്രഖ്യാപിച്ചു, ഇന്നീ ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കി എന്ന് പറഞ്ഞു. പിന്നെ എന്തേ സംഭവിച്ചു പറയുന്നത്? അയാൾ കൊന്നു ആൾക്കാർ, കൊന്ന് ഒറ്റാള് സ്വീകരിക്കാണ്ട്. എന്തേ അയാൾ പറഞ്ഞത്? അയാളെ കൊല്ലാനുള്ള കാരണം കേട്ടോളൂ. ഇന്നെ സൃഷ്ടിച്ച പടച്ചോനല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂലാണ്. ഞാൻ പ്രാർത്ഥിക്കൂലെന്ന് തന്നെ, അള്ളാനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ എന്നാണ്. കാരണം അവൻ എനിക്ക് തന്നൊരു വിപത്ത് തടുക്കാൻ വേറൊരാളില്ല. ഒരാളെ പേര് പറയും, പടച്ചോൻ തരാത്ത കുട്ടിനെ വാങ്ങിത്തരുന്ന ഒരാളെ പേര് പറയും, ഞാൻ വിളിക്കാം. അങ്ങനെ ഒരാളില്ല. പടച്ചോൻ തന്ന ഒരു വിപത്തിനെ മാറ്റിത്തരുന്ന ഒരാളെ പേര് പറയും, ഞാൻ വിളിക്കാം. പടച്ചോൻ തരാത്ത ഒന്നിനെ വാങ്ങിത്തരുന്ന ഒരാളെ പേര് പറയും, ഞാൻ വിളിച്ചോളാന്നാണ്. അങ്ങനെ വേറൊരാളില്ല. അള്ളാഹു എനി തന്ന് തടുക്കാൻ ആരുമില്ല, എന്റെ രാത്രി വാങ്ങി അത് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ കൊന്നു. കീലദുഖുൽ ജന്ന, മരിച്ച ഉടനെ അദ്ദേഹത്തോട് സ്വർഗത്തിൽ പോകാനാ പറയപ്പെടുന്നത്. സ്വർഗത്തിന്റെ സുഖസന്തോഷങ്ങൾ അനുഭവിക്കും. അയാൾ പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ സമുദായം ഒന്ന് അറിഞ്ഞിക്കണമെങ്കിൽ പോലും ഇങ്ങനെ പോരുന്നുണ്ട്. സത്യത്തിന് വേണ്ടി നിന്നിട്ട് എനിക്കിപ്പോ കിട്ടിയ സ്വർഗത്തിന്റെ സുഖം അവരറിഞ്ഞിക്കണമെങ്കിൽ അവരും എന്റെ കൂടെ വരുമായിരുന്നു. സഹോദരങ്ങൾ, അത് കിട്ടും. ഞാൻ പറയുന്നത് നല്ലൊരു സമയമാണ്, നല്ലൊരു സന്ദർഭമാണ്. ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് ഇവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഈ സംസാരത്തിന് വേണ്ടി പ്രതീക്ഷിക്കും. എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് അവസരമുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെന്റർ അവിടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വിശാലമായ സൗകര്യങ്ങൾ. നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് വന്നാൽ ഓഡിയോവും വീഡിയോവും കാസറ്റുകൾ കണ്ട് ഇഷ്ടം പോലെ പ്രസംഗന്മാരുടെ കാസറ്റ് കാണാൻ പറ്റും. വാഹനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് വാഹനങ്ങളിൽ കാസറ്റ് വെച്ചുകൊണ്ട് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാൻ 3 പണ്ഡിതന്മാർ അവിടെ സ്ഥിരമായിട്ടുണ്ട്. 3 ആളുകൾ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആളുകളും നാട്ടിൽ നിന്ന് മതപരമായ ഡോക്ടറേറ്റ് എടുത്ത ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ആളുകൾ. സഹോദരങ്ങൾ പോയി നോക്കൂ. നിസ്കാരത്തിൽ ചെല്ലാൻ അറിയാത്ത ആളുകൾ ചെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ചെല്ലാൻ അവിടുന്ന് പഠിപ്പിച്ചു തരും. മടി വിചാരിച്ചിട്ട് കാര്യമില്ല. നാട്ടിൽ പോയാൽ തരും പറ്റും. നിസ്കാരത്തിൽ ചെല്ലാനൊക്കെ അറിയാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്ക് അത് അവിടുന്ന് പോയാൽ പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഖുർആന്റെ അർത്ഥം അറിയാത്ത ആളുകൾക്ക് പഠിക്കാൻ പറ്റും. പരിഭാഷ കിട്ടും. അമാനി മൗലവിന്റെ പരിഭാഷയുടെ വ്യാഖ്യാനങ്ങൾ ഓഡിയോ കാസറ്റിലുണ്ട്. എവിടെ ഉണ്ടാവും കാസറ്റ്? വിശദീകരണങ്ങളിൽ 23 കാസറ്റുകളിൽ വിശദീകരണങ്ങൾ എന്താ കേട്ടാൽ ഈ റൂമിലെ ടിവിന്റെ ഏരിയയിലൊക്കെ ഒന്ന് വലിച്ചിട്ട് നല്ലൊരു ടൈപ്പ് റെക്കോർഡ് വാങ്ങി വെച്ചാൽ സഹോദരങ്ങൾ എന്തൊരു മനസ്സുക്ക് സുഖമുണ്ടാവും, എന്തൊരു സമാധാനം ഒക്കെ ഒന്ന് കേട്ടാൽ. അത് കേൾക്കാൻ അവിടുത്തെ സുഹൃത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് ഒക്കെ ഒന്ന് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മളെ ചില ആളുകളൊക്കെ പറയുന്നത് നമ്മളെ റൂമിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂല. എന്താന്ന് ചോദിച്ചാൽ അയാൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാണ്, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഈ സംസ്കാരങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മളെ റൂമ് താമസിക്കാം, അല്ലെങ്കിൽ നമ്മളതിന് പറ്റുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് വേറെ തോട്ട് താമസിക്കാം. കാഴ്ചയൊക്കെ നിങ്ങൾ എങ്ങനെ കൈയോടി പോകും? എന്തെങ്കിലും നന്മ അവിടെ വരും? ഒന്നും വരൂല. അതുകൊണ്ട് തരും നല്ല ഒരു സംസ്കാരവും നല്ലൊരു സാഹചര്യവും ഉണ്ടാക്കി പഠിക്കുക. രണ്ടാമത്തെ സഹോദരങ്ങളെ, പഠിച്ചത് സ്വീകരിക്കുക. അള്ളാഹു റസൂലും പറഞ്ഞതൊക്കെ മറന്ന് ധിക്കരിച്ചിട്ടൊന്നും ഒരു സുഖവും ദുനിയാവിൽ വരുത്താൻ പറ്റില്ല. പ്രയാസം ഉണ്ടാവുള്ളൂ. അതൊക്കെ വലിയ പടച്ചോണക്കാളും വലിയ വിളവന്മാരായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് കഴിയില്ല. ഇന്നകും യഖീദൂന കൈദൻ വ അഖീദു കൈദ, അവരെക്കാളും വലിയ തന്ത്രം എനിക്കുണ്ട്, വിളവ് എനിക്കുണ്ട്. പക്ഷേ അവരെ ഒന്നും ചെയ്യാതെ കുറച്ച് സാവകാശം കൊടുക്കുമ്പോൾ എനിക്കൊരു വിവരമില്ലാതെ വിചാരിക്കണ്ട. ഇന്നകും യഖീദൂന കൈദൻ വ അഖീദു കൈദ ഫമഖിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. പക്ഷെ എപ്പൊന്നും ചെയ്യണ്ട, കുറച്ച് സാവകാശം അവർക്ക് അനുവദിച്ചു കൊടുക്കും നബിയേ എന്നാണ്. കുറച്ചൊരു സമയം പഠിച്ചോണ്ട് തരും. പക്ഷെ അതൊക്കെ നമ്മളെ വിളവിന്റെ വിജയമാണെന്ന് സഹോദരൻ വിചാരിക്കാതിരിക്കുക. സത്യത്തിലേക്ക് മടങ്ങാനുള്ള ധന്യമായ നിമിഷങ്ങളെ പാഴാക്കി കളഞ്ഞാൽ പിന്നെ വരാൻ പറ്റുള്ളൂ, അത് തിരിച്ചു വരവുണ്ടാവില്ല. അതുകൊണ്ട് പഠിക്കാം. തെറ്റുകൾ കുറേയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും ഇസ്ലാമിന്റെ യഥാർത്ഥമായ വെളിച്ചം അന്യമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളാണ് അതിന്റെ ത്വചവാഹകന്മാർ. ഗൾഫ് നാടുകളിൽ നിന്ന് ഹിദായത്ത് കിട്ടി നാട്ടിലെത്തിയിട്ട് പ്രവർത്തിച്ച് ഒന്നും പഠിക്കാത്ത ആളുകൾ കാസറ്റുകളും പുസ്തകങ്ങളും കൊടുത്ത് പ്രവർത്തിച്ച് പുതിയ മഹല്ലുകളും ഇസ്ലാമിന്റെ പുതിയ രൂപങ്ങളും, അതേപോലെ സഹോദരങ്ങളെ സ്ത്രീകളും കുട്ടികളും ഉമ്മമാരും ഒന്നിച്ച് പള്ളിയിൽ വരുന്ന സുന്ദരമായ കാഴ്ച കേരളത്തിൽ കാണാൻ കഴിയുന്നത് ഇത്തരം ഇസ്ലാഹി സംഘടന പ്രവർത്തനങ്ങളെ കൊണ്ടാണ്.
നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് സഹകരിക്കുക, പ്രവർത്തിക്കുക. സഹകരിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളെങ്കിലും ആവുക. അവിടെ നിന്ന് കിട്ടുന്ന വീഡിയോ, ഓഡിയോ, കാസറ്റുകൾ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം കേട്ടാലും തീരാത്തത്ര വിഷയങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ട്. സ്ഥിരമായി വെള്ളിയാഴ്ചകളിൽ ക്ലാസ് നടക്കുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് മദ്രസയുണ്ട്. അതേപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും, എല്ലാ പ്രവർത്തനവും മാത്രമല്ല, മതപരമായ രംഗത്ത് നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഏത് നല്ല നിർദ്ദേശവും സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സാമ്പത്തികമായി അവിടെ വല്ല പിരിവിലും കുടുങ്ങി പോകുന്ന ആരും പേടിക്കേണ്ടില്ല. അതൊക്കെ ഇഷ്ടമുള്ളവര് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടാൽ മതി. ആരും നിർബന്ധിക്കപ്പെടുന്ന വിഷയമല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഫണ്ട് ആവശ്യമുണ്ടാവും. അപ്പൊ അത് ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുന്നല്ലാതെ അതൊന്നും ഭയപ്പെട്ട് നമ്മളാരും പോകാതിരിക്കേണ്ട ആവശ്യം. ആളുകൾക്ക് പേടി. പള്ളിക്ക് ജുമാക്ക് വരാൻ പേടി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ജുമാക്ക് വരാൻ പേടിയാണ്. കാരണം കുത്തുബ നടക്കുമ്പോൾ ബക്കറ്റ് ഇങ്ങനെ പോകും. പിന്നെ അടുത്ത് വരുമ്പോൾ ആളുകൾക്ക് അത് കൊടുക്കാക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ പുറമെ എന്ത് ചെയ്യും? ഒരു കോഴിമുട്ട, ഒരു ചെറിയ സാധനം എടുത്തിട്ട് എന്ത് ചെയ്യും? 500 റുപ്യക്ക് 1000 റുപ്യക്ക് ലേലം വിളിക്കും. ആൾക്കാരായി പൈസ അടക്കലില്ലെങ്കിലും ലേലം വിളിക്കലുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ. ആൾക്കാണ്ട് പോകാനും കടക്കാനും ബുദ്ധിമുട്ടാണ്. ഈ ഒരു സ്ഥിതിവിശേഷമൊക്കെ മാറി ഇതൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സാഹചര്യം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നാണ്. നിങ്ങൾ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇത്രയും നല്ല ഒരു അവസരം ഈ നാട്ടിൽ ലഭ്യമാകുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സൗഭാഗ്യം തന്നെ സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രസംഗത്തിൽ ഇവിടെയൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം കൂടെ നിങ്ങളോട് 2 വാക്കിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടുള്ള ഇന്ത്യ വിട്ടുള്ള നമ്മളെ യാത്ര, ഇപ്പോൾ പോകുന്ന സമയത്ത് അവിടെ നിന്ന് പിന്നെ ആ കൂടെ ഇരിക്കുന്ന ഓരോ ഗൾഫിൽ വരുന്ന ഓരോ സുഹൃത്തുക്കളും പറയുന്ന വേദനകൾ നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കാറെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ കുറച്ചു കാലം നമ്മൾ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ആ നിൽക്കുന്ന കാര്യത്തിൽ മനസ്സിന് എങ്ങനെ അതിന് ധൈര്യം നൽകുന്നു ചോദിച്ചാൽ എനിക്ക് കിട്ടിയൊരു പ്രശ്നമാണ്. ശരിക്ക് ഒന്ന് ഇവിടെ വന്നതിന് ശേഷം ജമാഅത്ത് നമസ്കാരങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നു. ഒരു ദിവസം വേണമെങ്കിൽ ഒരു ജ്യൂസ് ഓതണമെങ്കിൽ അതിന് ഇവിടെ സാധിക്കുന്നു. നാടിന് സാധിക്കുന്നില്ല. ഇവിടെ വന്നാൽ അതൊക്കെ സാധിക്കുന്നു. നല്ല ഒരു മനസ്സ്, നല്ലൊരു ചിന്ത, ഇത്തിരി ഇവിടെ കഴിഞ്ഞുകൂടി. എന്നാൽ ഇവിടെ എല്ലാറ്റിനേക്കാളും ഇവിടെ വന്നപ്പോൾ ഏറ്റവും സന്തോഷകരമായ അവസ്ഥ, ശരിക്കും ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് വിചാരിച്ച കഴിയും. അങ്ങനത്തെ ഒരു സാധനം വിചാരിക്കാത്തവന് ഏറ്റവും മോശപ്പെട്ട് ജീവിക്കുന്നത് വിചാരിക്കുന്നത് അതിനും കഴിയുന്ന ഒരു നാടാണ്. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പോകും. 20 കൊല്ലം 40 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ പടച്ചോനെ എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങൾ എല്ലാം നേടി വിചാരിക്കുന്നത്. നാട്ടിൽ നല്ല എസ്റ്റേറ്റും വീടും കുടുംബവും ഫാക്ടറിയും ഒക്കെ ഒക്കെ നേടിയാലും അതൊക്കെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ എന്നും രാവിലെ ഒരു പേജ് ഖുർആൻ ഇവിടെ വെച്ച് ഓതിയോൻ അതുണ്ടാവും. ഒരു വക്തും ജമാഅത്ത് പോകാതെ നിസ്കരിച്ചവൻ അതുണ്ടാവും. അതൊരു വലിയ മുതൽ തന്നെയാണ് സഹോദരങ്ങൾ പരലോകത്ത് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഒരു നിമിഷത്തിൽ ഒരു നന്മ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഗൾഫ് ജീവിതം ധന്യമാകും, ലാഭകരമാകും, പരലോകത്തിലും വിഹലോകത്തിലും ഖേദിക്കാത്ത ഒരു ജീവിതമായി മാറും. അതുകൊണ്ട് ഞാൻ നിസ്കാരം അവിടുന്നാ പഠിച്ചത്, അർത്ഥം അവിടുന്നാ പഠിച്ചത്, നിസ്കാരത്തിൽ കണിശത അവിടുന്നാ പഠിച്ചത്, എനിക്ക് തൗഹീദ് അവിടുന്നാ കിട്ടിയത് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്നാണ് സഹോദരങ്ങളെ. പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുവാനും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങളെ പരിപൂർണമായും അനുധാവനം ചെയ്യുവാനും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാവങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.